ഹായ്, ഈദ് മുബാറക്. ഈദ് മുബാറക്. എന്തൊക്കെയുണ്ട് വിശേഷം? പെരുന്നാളൊക്കെ അങ്ങനെ വളരെ ഉഷാറായിട്ട് ഇങ്ങനെ നീങ്ങാണ്. പെരുന്നാളിൻ്റെ ഒരു ദിവസത്തിലെ നട്ടുച്ചയിലുള്ള ചർച്ചയാണ്. അപ്പോൾ പെരുന്നാളിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കൊക്കെ പെരുന്നാൾ വളരെ ഒരു ഹൃദയത്തിൽ വല്ലാത്തൊരു ആനന്ദം തരുന്നൊരു ആഘോഷമാണ്. ഏതായാലും പെരുന്നാൾ ഇപ്പോൾ നിങ്ങളൊക്കെ പെരുന്നാൾ ഇന്നിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വരുന്നത്? ഭക്ഷണമൊക്കെ അൽഹംദുലില്ലാഹ്. എന്തായിരുന്നു ഭക്ഷണം? മന്തിയായിരുന്നു. ഇപ്പൊ എന്റെ നാട്ടില് മന്തിയല്ല, എന്റെ നാട്ടില് എന്റെ വീട്ടില് ഇപ്പൊ എന്റെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോ എല്ലാവരും ഒരു ബീഫ് തൽപരരായിട്ടുള്ള നാട്ടുകാരാണ് എന്റെ നാട്ടിലുള്ളത്. അല്ല, എനിക്കൊന്നും മലബാർ ഒന്നും പാടി ആ ഒരു വിഷയത്തില് ബീഫ് തൽപരരായിരിക്കുന്നതാ. ബീഫ് പോരാ, പോത്തന്നെ വേണം, പോത്തിറച്ചി കിട്ടണം എന്നുള്ള ഇറച്ചിയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു തല്ലുമാലയിലെ ഒരു പ്രസിദ്ധമായ ഡയലോഗ് ഉണ്ടല്ലോ, ഇറച്ചിയിൽ ഏതാണെന്ന് വെച്ചാല് പോത്ത് ഇറച്ചി, അല്ലാത്തതിനൊക്കെ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പോത്തിറച്ചി എന്താ വെച്ചാല് തലേ ദിവസം ചെറിയ പെരുന്നാളാണെങ്കിൽ തലേ ദിവസം ഒരു 10-20 ആള് കൂടിയിട്ട് ഓരിയിടും പോത്ത്. നല്ല ഇറച്ചി കിട്ടാതെ ഇരിക്കരുതേ. ഒരു കാരണം വെച്ചാലും കോയിറച്ചിയിലേക്കോ അല്ലെങ്കിൽ മീനിലേക്കോ മാറുന്നൊരവസ്ഥ പെരുന്നാൾ ഉണ്ടാവരുത്. അത് വല്ലാത്തൊരു അധസ്ഥിതാവസ്ഥയാണ് കരുതുന്ന വിധത്തിലുള്ള ഒരു അധോഗതിയാണ്. ഞാൻ ഒന്നുകൂടി പറയില്ല, നമ്മള് പഴയ ആളുകൾ പറയാറുണ്ട്, എന്താ വെള്ളിയാഴ്ച ഇറച്ചി ഇല്ലാത്തൊരു ദീനുൽ ഇസ്ലാം പുറത്താണ് എന്ന് പറയുന്നത് പോലെ. കാരണം ഇറച്ചിനോട് അത്രമാത്രം പ്രിയുണ്ട്. ഈ മലപ്പുറം ഞങ്ങളെ പെരുന്നവണൊക്കെ അങ്ങനെയാണ്. മലബാർ സൈഡ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കൾച്ചർ. മന്തിയായിരുന്നു, ഞാൻ ബീഫ് ബിരിയാണി ആയിരുന്നു. മന്തി ഒറ്റക്കല്ല, ബീഫ് മസ്റ്റ് ആണ്. കാരണം വീട്ടില് ചിക്കൻ പറ്റാത്ത ആളുകളുണ്ട്, അപ്പൊ അവർക്ക് ബീഫ് നിർബന്ധമാണ്. എല്ലാം ഉണ്ട്. ഇപ്പൊ ഇറച്ചിയും കോഴിയും മീനും ഒക്കെ ഒരു തീന്മേശയിൽ സമ്മേളിക്കുന്നുണ്ട്. പണ്ടൊരു കാലത്ത് നമ്മളൊക്കെ കുഴിയിലുള്ള ഉമ്മാരും അതുപോലെ ഉപ്പാരും വല്യമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ എന്തേ മീനും ഇറച്ചിയും അതുപോലെ കോഴിമുട്ടയൊന്നും ഒരുമിച്ച് കഴിക്കരുതെന്ന്. ഇന്നിപ്പോ അതൊക്കെ ഒരുമിച്ച് കഴിക്കുകയാണ് ആളുകൾ. ആ ഒരു പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യാവസ്ഥയിലായിരിക്കും ഒന്നും ഒരുമിച്ച് കഴിക്കരുത്, കഴിച്ചാൽ എന്തോ പ്രശ്നം ഉണ്ടാവുന്നു. ഇന്നിപ്പോ ഒരുമിച്ച് തന്നെ ഒരൊറ്റ വായി തന്നെ എല്ലാം ചവച്ചരച്ച് വീഴുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഫിഷ് ബിരിയാണി ആയിരിക്കും, ചിക്കൻ പൊരിച്ച കൂടെ ബീഫ് അപ്പുറത്തുണ്ടാവും. അങ്ങനെ ഒരു ഇത് വരുന്ന ഫിഷിൽ തന്നെ ഒരുപാട് ഡിഷസ് വേറെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. ഇപ്പൊ ചെമ്മീൻ ഉണ്ടാവും, ചിലപ്പോ ചിക്കൻ ആഗോലി ഫ്രൈ ചെയ്ത് അങ്ങനെ. ഏതായാലും മലയാളിയുടെ, മലബാറിന്റെ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ ഒക്കെ പെരുന്നാള് വളരെ സമൃദ്ധമാണ്, ആഘോഷധന്യമാണ്. നമുക്കൊന്ന് പറയാം, വളരെ ഭക്ഷണം കൊണ്ട് ഒരിക്കലും നമ്മൾ പുറകോട്ട് പോയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഭക്ഷണവും വസ്ത്രവും അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നും കൂടിയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കാലത്തെ പെരുന്നാളിന്റെ ആ ഒരു ഭംഗിയിൽ നിന്ന് വരുന്ന പെരുന്നാളുകൾ ഇങ്ങനെ കുറഞ്ഞു പോണതായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ പെരുന്നാളുണ്ടല്ലോ, വളരെ അതിൻ്റെ ഒരു മധുരം പിന്നീടുണ്ടായ പെരുന്നാളുകളിൽ കിട്ടുന്നില്ല. അത് ഓരോ പെരുന്നാളും കഴിഞ്ഞു പോകുമ്പോൾ അതൊക്കെ എവിടേക്കോ ചോർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. കുടുംബത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ഫീലിങ്സ്, ഭക്ഷണത്തിൽ രാവിലെ എഴുന്നേറ്റത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പോകുന്നതിൻ്റെ വരെയുള്ള ഒരു എക്സൈറ്റ്മെന്റ്, അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹസ്തദാനം ചെയ്ത് വാരിപ്പുണർന്ന് ചില ആളുകളൊക്കെ കണ്ണീര് പൊഴിച്ച് ആ സൗഹൃദത്തെ കൂട്ടി ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ടൂർ പോകാനുള്ള ഒരുപാട് പ്ലാനുകൾ ചിലപ്പോൾ നോമ്പിന്റെ തുടക്കത്തിലേ തുടങ്ങിയിട്ടുണ്ടാവും. അവസാനം വരെയും പ്ലാൻ ആയിരിക്കും. ചിലപ്പോൾ പ്ലാൻ നടക്കൂല, എന്നിട്ട് പ്ലാൻ കഴിഞ്ഞിട്ട് അവസാനം പെരുന്നാൾ ലീവും കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകണമല്ലൊക്കെ എന്താ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം പഴിച്ചു പോകുന്ന ഒരവസ്ഥ. പക്ഷെ എനിക്ക് തോന്നിട്ടുണ്ടല്ലോ, പെരുന്നാൾ എല്ലാവർക്കും വ്യത്യസ്തമായ അനുഭവമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളൊക്കെ ആദ്യമായിട്ട് ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ പെരുന്നാളിവിടെ നമുക്ക് നാട്ടിൽ നിന്ന് വിട്ട് പെരുന്നാൾ പോകുന്ന പുറത്തു പോയി പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളത് തീരെ താല്പര്യമില്ലാത്ത ഇപ്പോഴത്തെ. അല്ലെന്തറിയോ, ഈ വല്യന്മാരും വല്യപ്പാരും ഒക്കെ ഉള്ള കാലത്ത് ഉമ്മാനുടിക്ക് വരുന്നു, അല്ലെങ്കിൽ അവിടുന്ന് നമ്മളെ വീട്ടിലെ പെരുന്നാളൊക്കെ രസമാണ്. കാരണം എന്താ വെച്ചാൽ അവർ പോയാൽ അതൊരു നഷ്ടമാണ്. കാരണം അവരുടെ കൂടുതൽ അവരുടെ സന്തോഷം എന്താ വെച്ചാൽ അവർ നിർബന്ധിക്കും, കുട്ടികളൊക്കെ വരണം, രണ്ടാം പെരുന്നാൾക്ക് കൂടണം, ഇനി ഒടുക്കും വിടൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടിയതിന് ശേഷം അന്നുണ്ടാകുന്ന ഒരു കസിൻസിനെയും അതുപോലെ മറ്റുള്ള അന്നത്തെ ഒരു രാത്രിയും, അല്ലെങ്കിൽ ഇനി ഉമ്മാർക്കാണെങ്കിൽ ഭക്ഷണ പ്രിപ്പറേഷന്റെ ടൈം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഭക്ഷണം വെക്കുന്ന ഒരു പ്രതീതി, അപ്പം ഉണ്ടാകുന്ന വർത്തമാനങ്ങൾ, അപ്പം ഉണ്ടായിരുന്ന കഥകൾ, അവർ വർത്തമാനം. നമ്മളെ കുട്ടികളാണെങ്കിൽ നമ്മളെ ഡ്രസ്സ് നോക്കിയിട്ട് പെൺകുട്ടികളൊക്കെ വേറെ രീതിയിലൊക്കെ ഒരു റീസെന്റ് ആയിട്ട് അടങ്ങി. പണ്ട് കുറച്ച് ഒരു കാലം വരെ എങ്ങനെയായിരുന്നു, റീസെന്റ് ആയിട്ടുണ്ടെങ്കിൽ സിനിമയിലെ ഡ്രസ്സായിരിക്കും പെൺകുട്ടികൾ, എന്നിട്ട് ഓരോ ഡ്രസ്സിന് ഇങ്ങനെ അതിന്റെ പോളിഷ് പറയാം. അല്ല, ഇപ്പൊ ആ കാര്യത്തിലേ പിന്നെയും കുറെ അപ്ഡേഷൻ ഉണ്ട്. കാരണം പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് അനാർക്കലിച്ചോ അത് പെൺകുട്ടികളിൽ മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഇനി നോക്കുകയാണ് ആൺകുട്ടികളിൽ ഇപ്പൊ പ്രേമം എന്നൊരു സിനിമ ഇറങ്ങിയപ്പോ പള്ളിയിൽ ഫുള്ള് ബ്ലാക്ക് കര തുണി, ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഫുള്ള് ബ്ലാക്ക്, എന്തോ ഒരു ദുഃഖാചരണം സദ്ദാം ഹുസൈൻ വെച്ചിട്ടുള്ള വലിയൊരുന്നാളാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു വലിയൊരുന്നാളൊക്കെ. അതൊരു ട്രെൻഡാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞാല് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്താ അറിയില്ല, ഈ ചെവിരിവൻ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളായിട്ട് സിനിമ ഫുള്ള് കളർ പാന്റ് ഉണ്ടായിരുന്നു.
മഞ്ഞയും ചുവപ്പും കറുപ്പും, അങ്ങനെ കറുപ്പ് ഒരു കോമൺ കളറ്, ഒരു അലുവക്കടയുടെ ഒരു പ്രതീതിയായിരുന്നു മൊത്തത്തിൽ. പള്ളിയിലാണ് ഇതൊക്കെ. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടുതൽ കൊറിയൻ ബാഗീസ് ആയിരുന്നു കളിച്ചതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒക്കെ തോന്നുന്നു മോഡലിലുള്ള ഒരു മാറ്റം ഈ വർഷം വന്നിട്ട്. നിങ്ങള് ഏജ് എത്ര ആയിട്ടുണ്ട്? ഏകദേശം 26. ഇപ്പൊ ഞങ്ങളൊക്കെ ഏകദേശം റീസെന്റ് ആയിരിക്കും നമ്മളൊക്കെ 10ാം ക്ലാസ് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ഞങ്ങളൊക്കെ ടൈമില് ബാഗ് ഇങ്ങനെ തൂക്കിയിടാം, അതായത് നമ്മുടെ ചന്തിയിൽ ഇങ്ങനെ തട്ടിപ്പോണം, അങ്ങനെയാണ്. പിന്നെ ഷർട്ട്, നമ്മളെ ഷർട്ട് നീളല്ല ഷർട്ടായിരിക്കും, പാന്റ് ലോവസ്റ്റ് ആയിട്ട് ഇടാം, അത് പരമാവധി താഴ്ത്തിയിട്ട് ഇടുക, അങ്ങനെയായിരുന്നു. ആ സാധനത്തിലേ ഇപ്പൊ കൊറേ മാറ്റം. പെൻസില് പോലൊക്കെ ആയിരുന്നു നമ്മളെ ഇതല്ലേ പാന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ജീൻസ്. ഒരു കാലത്ത് യൂണിഫോമിന്റെ പാന്റ് ഇടാൻ വേണ്ടിട്ട് 50 കവർ ഉണ്ടാവുമല്ലോ, ഒന്ന് ലൂസായിട്ട് ക്യാരി 3 പ്രദേശം. അപ്പൊ ഈ ബ്രെഡിന്റെ കവർ ഭയങ്കര അടിയായിരുന്നു, കാരണം അതാണ് കുറച്ച് നീളണ്ടല്ലോ. അപ്പൊ ബ്രെഡ് കവറിന് ഭയങ്കര ഡിമാൻഡ് വരുന്ന സമയം. മെമ്മറീസ്, ആ മെമ്മറി ഒക്കെ നല്ലൊരു കാലം. പക്ഷെ കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ ഷോർട്ട് പാന്റ് ആയി, അല്ലെങ്കിൽ ഒന്നുകൂടി ബാഗി ആയി, കുറച്ചും ലൂസ് ഫിറ്റ് വരുന്ന രീതിയിൽ എന്തുണ്ട്, ഇത് മാറിയുണ്ട്. കാലം ഓരോരുത്തത്തിലും നമ്മുടെ സംസ്കാരങ്ങളെ, എങ്ങനെയായിരുന്നു സിനിമകളും ഒക്കെ നമ്മുടെ സംസ്കാരത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ്. ഏതായാലും പെരുന്നാളിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിലിം സ്വാധീനിക്കുന്നുള്ളതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ മോഡലിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു പക്ഷെ ഫിലിംസ് എന്തായിരുന്നു ഇപ്പൊ ഒരു ബ്രാൻഡാണ് ഒരു മോഡൽ കൊണ്ടുവരാന്ന് തീരുമാനിക്കുന്നത്. ഫിലിം ആ സാധനം എടുത്തിട്ട് അവര് ചെയ്യാല്ല. അല്ല ഒരു ഫിലിം ഇപ്പൊ നമ്മള് പലർക്കും, എനിക്ക് തോന്നുന്നു നാട്ടിൽ വരുന്ന പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ ആയിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഫിലിമിൽ കാണുന്ന മോഡൽ കണ്ടിട്ടാ. അത് ഒന്നാമത് പറഞ്ഞാൽ നമ്മൾ ഫാഷൻ ഇൻഡസ്ട്രി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. കാരണം ആദ്യം എന്താ, ഇപ്പൊ ഫിലിമിൽ ഇപ്പൊ അഡിഡാസ് കൊണ്ടുവരുന്ന ഒരു സാധനം ഓലാണ് മോഡൽ തീരുമാനിക്കുക, അല്ലാതെ ഫിലിം ഇതാക്കുന്ന സാധനം പിന്നെ കമ്പനി അതൊരു ട്രെൻഡ്, അവര് ട്രെൻഡ് മേക്ക് ചെയ്യുന്നതില്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാലത്ത് പെൺകുട്ടികളൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളതാണ് മേരിക്കുണ്ട് കുഞ്ഞാട്, അങ്ങനെ ഒരു ഫിലിം ഉണ്ടോ, അതിലുള്ള ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് പെൺകുട്ടികൾ തല്ലോടിയിരുന്ന, അല്ലെങ്കിൽ അത് കിട്ടണം എന്ന് വാശി പിടിച്ചിരുന്ന കാലം. പിന്നെ ഏതൊരു സിനിമ ഇറങ്ങിയ ശേഷമാണ് ചെങ്ങല, അത് ചെങ്ങല പാന്റ് ഏത് കിട്ടിയാലും ഏതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുട്ടിക്ക് ചെങ്ങലുള്ള പാന്റ് ആവണം, എന്നിട്ട് ചെങ്ങല എക്സ്ട്രാ വാങ്ങും, അങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ചെങ്ങല ഇല്ലെങ്കിൽ കുട്ടിക്ക് പെരുന്നാളില്ല, ടാക്സൈസ് കരഞ്ഞ് നിലവിളിച്ചിരുന്ന നമ്മളൊക്കെ ചെയ്തിരുന്നത്. ആ ഒരു ഇതിന്ന് ഇപ്പൊ പൊതുവെ ആ ട്രെൻഡ് മാറി. കാരണം ഈ നമ്മള് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഓരോ മോഡല്, അതായത് ഇപ്പൊ ചിലവർക്ക് വെസ്റ്റേൺ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ട്രഡീഷണൽ ആയിരിക്കും, ഇപ്പൊ അങ്ങനെയൊക്കെ ചിലവർക്ക് വെസ്റ്റോ ഇന്ത്യൻ കൾച്ചർ മിക്സ്ഡ് ആയാലോ. ഞാനതിൽ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ല, അതിന്റെ ഒരു മിഡിലിൽ പോവാം. എക്സ്ട്രീമില് നമ്മളൊരു ഇപ്പൊ ഹെയർ കട്ടിങ് ആണെങ്കിലും എക്സ്ട്രീം ലെവലിലേക്ക് മോഡലിലേക്ക് പറ്റൻ ചെത്തി ഒരു സൈഡ് മൊത്തം എടുത്ത് ഇതാകുന്ന രീതിയിലേക്ക് പോയേക്കാം. അത്യാവശ്യം ചീകാനൊക്കെ ഉള്ള ഒരു മുടി വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ സ്വന്തമായിട്ട് സിനിമ ഒരു സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പുതിയ കാലത്ത് പ്രത്യേകമായിട്ട് മീഡിയ എല്ലാ തലങ്ങളും ചർച്ച നടന്നത് പോലും അതാണ്. കാരണം അല്ല, ഇപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട പ്രത്യേകിച്ച് പറയണേ, ദുൽഖർ സൽമാന്റെ ഒരുപാട് ഫിലിംസ് ആളുകൾക്ക് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, ആ ഒരു റോയൽ എൻഫീൽഡ് എടുക്കുന്നു, ഓൾ ഇന്ത്യ കറങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ട്രെൻഡ് കൊണ്ടുവന്ന്. പിന്നെ ചാർലി കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ വേണ്ടി പോകുന്നത്. സിനിമയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ എന്താണ് പറയാ വെച്ചാല്, ഇപ്പൊ നമ്മുടെ ഈ ഒരു വിഷയങ്ങൾ ഇപ്പൊ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലഹരി ആകട്ടെ, അക്രമമാകട്ടെ, ഇതിന്റെയൊക്കെ പിന്നില് വലിയ രീതിയിൽ അവർക്ക് മോട്ടീവ് ആയത് സിനിമയാണെന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ലഹരി ഇത് മോട്ടീവ്, ഞാൻ വായിച്ചൊരു പുസ്തകങ്ങളില് വായിച്ച ചില ലേഖനങ്ങൾ പറയുന്നുണ്ട്. പണി, അതുപോലെ എന്തോ ഒരു ഉണ്ണി മുകുന്ദന്റെ സിനിമ ഇറങ്ങിയല്ലോ, മാർക്കോ, പിന്നെ അതുപോലെ വേറെ ഏതോ 2-3 സിനിമ, ആനിമൽ, ഈ 3 സിനിമയിൽ കോട്ട് ചെയ്തിട്ട് തന്നെ ആ ലേഖനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വയലൻസ്, അല്ലെങ്കിൽ ഒരു പണ്ട് കാലത്തൊക്കെ ഒരു സിനിമയിൽ ഒരാളുടെ കഴുത്ത് ഛേദിച്ചതാണ്, എനിക്ക് വെടിയൊട്ട് അല്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ മുറിച്ച് കളയുന്നത് അതാണെങ്കിൽ അവിടെ ഒരു ബ്ലറായി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അത് മാറി ഇപ്പോൾ പച്ചക്ക് കാണിക്കുക എന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാലേ ഇപ്പൊ നമ്മളിതിൽ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു മാർക്കോ അല്ലെ ഇങ്ങനത്തെ വന്ന് തുടങ്ങി നമ്മളാണെന്ന് പറയാം. പക്ഷെ ഇതിന് മുമ്പേ ഇപ്പൊ കൊറിയനൊക്കെ എടുക്കാണ് ഇതിലായിട്ടും ബ്രൂട്ടൽ ആയിട്ടുള്ളത്. നമ്മളെ ആൾക്കാർ ഇതിലായിട്ടും, അതായത് മലയാളം ഫിലിം കാണുന്നതിലോട്ട് ഇത് കാണുന്നവരുണ്ട്, അതായത് കൊറിയൻ ഫിലിംസ് കാണുന്നുണ്ട്. അപ്പൊ അത് ഇതിന് കാരണമായി എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ഏതായാലും ഞാൻ വായിച്ചുള്ള ഒരു പരിചയം കേരളം ചർച്ച ചെയ്തൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും പെരുന്നാളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പെരുന്നാളെ ഞാൻ മനസ്സിലാക്കണ്ടല്ലോ, ഇപ്പൊ എന്റെ പെരുന്നാളല്ല, ഞാൻ ആഘോഷിക്കുന്ന എനിക്ക് കിട്ടുന്ന മധുരമല്ല
എന്റെ ഒരു രീതിയല്ല പെരുന്നാൾ. പെരുന്നാളിന്റെ ഒരു റോട്ടീൻ എങ്ങനെ, ഒരു ദിവസത്തെ പെരുന്നാൾ എങ്ങനെ? അല്ല സാധാരണ ഒരു ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റു അങ്ങനെയല്ല, എന്റെ ഓരോ ഏജിലും എന്റെ പെരുന്നാളിനെ ആഘോഷിക്കുന്ന ഡിഫറെന്റ് ടൈപ്പിലാണ്. അത് ഞാനാണ് എൻ്റെ കുട്ടിക്കാലത്തെ പെരുന്നാളിന് ഭയങ്കരമായിട്ടുള്ള ഒരു രസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നല്ല മെമ്മറീസ് ഉണ്ട്. എണീക്കുന്നത് പോലും നമ്മൾ രാവിലെയാണ് എണീക്കാൻ എൻ്റെ ഉമ്മ വന്ന് രാവിലെ പെരക്കി എണീപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആക്കുന്നത്. പെരക്കി എണീക്കുക എന്ന് പറയും ഒരു രീതി. എങ്ങനെയും അവിടെ നീച്ച് പിന്നെ ഇരുന്ന് പിന്നീട് ടോയ്ലറ്റിൽ പോയി ബ്രഷ് കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒന്ന് ചാരി ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെയൊക്കെ ഇരുന്ന ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ പെരുന്നാൾ ദിവസം വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആക്കാം. ഞാൻ ഉമ്മ എണീക്കുന്നതിന്റെയൊക്കെ മുമ്പ് ചിലപ്പോൾ എണീറ്റ് വാച്ചിലേക്ക് നോക്കി സമയം അങ്ങനെ ഒരു ടൂർ പോകുമ്പോഴൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു പ്രതീതി. എന്നാൽ പെരുന്നാൾ അങ്ങനെയായിരുന്നു പെരുന്നാളിന്. എന്നിട്ട് പിന്നെ പള്ളിയിൽ പോയി വന്ന് തിരിച്ചു വന്ന് എല്ലാവരുടെയും ഡ്രസ്സ് കണ്ട് ഉമ്മാന്റെ വീട്ടിൽ പോയി തറവാട്ടിൽ പോയി എല്ലാ കുട്ടികളുടെയും ഡ്രസ്സ് കണ്ട് പിന്നെ പടക്കം പൊട്ടിച്ച് ചിലപ്പോൾ ആ തോക്കൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തിരങ്ങനെ വെച്ച് അങ്ങനെ പൊട്ടിച്ച് അത് കഴിയുമ്പോൾ കുഞ്ഞിയും മെല്ലെ പോയി വാങ്ങി പൈസ ഒരു 10 രൂപ അവർ മറ്റുള്ളവർ തരുന്ന പൈസ 27-ന് കിട്ടിയ പൈസ ഇതൊക്കെ ആയിരുന്നു ഒരു കാലത്തെ ബാല്യകാലത്തെ ഒരു പെരുന്നാൾ മെമ്മറീസ്. എങ്കിൽ കാലം കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ ഒന്നും കൂടി പഠനത്തിന്റെ അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു മെച്യൂരിറ്റി വന്നതിന്റെ ഭാഗമായിട്ട് ഒന്നും കൂടി പെരുന്നാള് അല്ല എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മള് പ്രായം കൂടുന്ന നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളത്. കാരണം നമുക്ക് പറഞ്ഞാൽ വ്യത്യസ്ത ടൈമില്ല. അപ്പൊ നമ്മള് ഇപ്പൊ പണ്ട് ചെറുപ്പത്തിൽ നമ്മള് പടക്കം പൊട്ടി ചാടുന്ന പോലെ അല്ല നമുക്ക് തന്നെ. ഇപ്പൊ നിങ്ങളെ ജീവിതത്തിൽ പുതിയൊരു പങ്കാളി വരുന്നു, അപ്പൊ അവളും പാടി നിങ്ങളെ പെരുന്നാൾ അതും പാടിയാണ്, അവരെ പരിഗണിക്കുന്ന പാടിയാണ് പെരുന്നാള്. പക്ഷെ കുട്ടി വന്ന സമയത്ത് നമ്മൾ ആരും പരിഗണിക്കണ്ട, നമ്മളാണ് പെരുന്നാള്, നമുക്ക് നമ്മുടെ ലോകം എന്നുള്ളതായിരുന്നു. അതാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ ജീവിതം രസകരമാകുന്നത് വെച്ചാല് ബാധ്യതകളില്ലാത്ത ഒരു കാലം, അല്ലലും അലട്ടലും ഇല്ലാത്ത കാലം, തണലിൽ ഷെയ്ഡിൽ ജീവിക്കുന്ന ഒരു കാലം, അത് വളരെ പ്രീഷ്യസ് ആണ്. അത് നമ്മളത് കഴിയുമ്പോഴേ അറിയുള്ളൂ അത് എത്ര മനോഹരമായിരുന്നു എന്ന്, ഒന്നും കൂടി അത് ആസ്വദിക്കാമായിരുന്നു എന്ന്. ഇനി അങ്ങനെ കണ്ടേ പടച്ചോ അല്ലെങ്കിൽ ദൈവത്തോട് ഒരിക്കലും അവസരം കിട്ടുമായിരുന്നെങ്കിൽ നീ എന്ത് ചോദിക്കുന്നു, എന്റെ ബാല്യകാലത്തേക്ക് തിരിച്ചു നടക്കാൻ അല്ലെങ്കിൽ അവിടേക്ക് മടങ്ങി പോകാൻ. ഇപ്പൊ പലരും പറയുന്നുണ്ട് സ്കൂൾ പഠിച്ച സമയത്ത് ഇതിലോട്ട് കയറണ്ടെന്ന് ആലോചിച്ച് എത്രയാണോ പിന്നെ അതിലോട്ട് മടങ്ങി പോകാൻ വേണ്ടി മാത്രം കൊതിക്കുന്ന ഒരു കാലഘട്ടം. അതാണ്. പിന്നെ നമ്മുടെ തലക്കും മീതെ പല ഭാരങ്ങളും വന്നു, പല പ്രഷറുകളുണ്ട്, പല രീതിയിലുള്ള ബാധ്യതകൾ തീർക്കാനുണ്ട് അല്ലെങ്കിൽ ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്, ഭാവിയെ കുറിച്ചുള്ള ആശങ്ക ഉണ്ട്. അപ്പോ ആഘോഷത്തിന്റെ മൊഞ്ച് കുറയാണ്. അവിടെയാണ് ആഘോഷം. സത്യം പറഞ്ഞാലോ അവിടെയാണ് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക്. അതായത് ഇതിപ്പോ നമ്മള് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആഘോഷത്തിന് മൊഞ്ച് കുറയാന്നുള്ളതല്ല, നമ്മള് ഉത്തരവാദിത്വം വരുന്നു, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നു, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു അത് എന്റർടൈൻമെന്റ് ചെയ്യാൻ വരെ. ഇപ്പൊ കുറച്ചും പടി കഴിഞ്ഞപ്പോ ഒരു കുട്ടി വരുന്നു, നമ്മുടെ ലൈഫില് കുട്ടി വരുന്നു, അവന് ഈ പറഞ്ഞ സാധനം ഉണ്ടാവും, പക്ഷെ അവർക്ക് വേണ്ടി നമ്മളെ സമയം മാറ്റി വെക്കുന്നു, ഇത് എന്ത് ചെയ്യുന്നു നമ്മളൊരു എന്റർടൈൻമെന്റ് ആക്കിയിട്ടോ അതൊരു സന്തോഷമായി കാണുമ്പോഴാണ് നമ്മൾ വിജയം വരാം. അല്ല ഇതൊക്കെ ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഒരു നഷ്ടങ്ങൾ മാത്രമേ വരുള്ളൂ. നേരെ മറിച്ച് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ ഹാപ്പിനെസ് ആക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതലൊന്നും പാടി എന്ത് ചെയ്യാം ഒരു സന്തോഷിക്കാൻ കഴിയും. നമ്മൾ ഈ പറയാ ചിലവര് കണ്ടിട്ടുണ്ട് ദുഃഖം മാത്രം തേടി പോകുന്ന ഒരു ടീമിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചാപ്ലിന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ചാപ്ലിൻ വേദി കയറിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ആളുകളെ രസിപ്പിക്കുന്ന ഒരു കോമഡി പറഞ്ഞു അത്രേ. ആളുകളെല്ലാം പൊട്ടിച്ചിരിച്ചു. വീണ്ടും ചാർലി ചാപ്ലിൻ അത് പറഞ്ഞു. അപ്പോൾ നേരത്തെ ചിരിച്ച അത്ര ചിരി കിട്ടിയില്ല. വീണ്ടും അത് തന്നെ പറഞ്ഞപ്പോൾ വീണ്ടും ചിരിയുടെ അളവ് കുറയാണ്. എന്നിട്ട് ചാപ്ലിൻ സദസ്സിനെ അഭിമുഖീകരിച്ചിട്ട് പറഞ്ഞു അത്രേ, എന്തിനാണ് ഒരേ കാര്യം കേൾക്കുമ്പോൾ, ഒരേ കോമഡി അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ചിരിക്കാനുള്ള കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ആ ചിരി പിന്നെയും കേൾക്കുമ്പോൾ അത് കുറപ്പിക്കുന്നുവെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടം ഓർത്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും സങ്കടപ്പെടുന്നത് എന്തിനാണ് ചോദിക്കുന്നത്. ഇത് നമ്മളൊരു റിയാലിറ്റിയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു പരിഭവം ഉണ്ട്, എന്തെങ്കിലും ഒരു നോവിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ട്, അത് മാത്രം ഓർത്ത് നമ്മൾ നടക്കുകയും അതിന്റെ പേരിൽ ആകെ ഡെസ്പായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാൻ പേഴ്സണലി ഇതാക്കിയിട്ടില്ല, നമുക്ക് എത്ര പ്രശ്നം ബാക്കിൽ ഉണ്ടാവാം, പക്ഷെ അറ്റ് ദ മൂമെന്റ് ഈ മൂമെന്റിൽ നമ്മൾ എന്ത് ചെയ്യാം ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് എന്ന് പറയാറുണ്ടല്ലോ. അതൊരു തെരഞ്ഞെടുപ്പാണ്. നമ്മളെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഒരിക്കലും നമ്മളെ തേടി എത്തൂല, നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ ചെല്ലണം. അത് ചിലപ്പോൾ യാത്രയാവാം, ചിലപ്പോൾ മനോഹരമായ വിഭവങ്ങൾ ഉണ്ടാക്കി എല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കലാവും, ചിലപ്പോൾ ചില കുടുംബങ്ങളിലേക്ക് യാത്ര പോകലാകും, അവരെ കാണുമ്പോഴായിരിക്കും, അവരോട് സല്ലപിക്കുമ്പോഴായിരിക്കും. അപ്പൊ ചോയ്സ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഒരിക്കലും ഹാപ്പിനെസ് നമ്മളിലേക്ക് വരും, അത് ഇന്നെ സന്തോഷിപ്പിക്കുമെന്ന് കരുതി ആരും കാത്തിരിക്കണ്ട, നമ്മൾ അങ്ങോട്ട് ചെല്ലു, മെയ്ക്ക് ചെയ്യൂ സന്തോഷത്തെ. സന്തോഷം ഉണ്ടാക്കാനുള്ളതാണ്.
ഇപ്പൊ ദുഃഖം നമ്മളിൽ വന്നു ചേരും, പക്ഷെ സന്തോഷം നമ്മൾ ഉണ്ടാക്കണം. അല്ല ഒരിക്കലും സന്തോഷം നമ്മളിലേക്ക് വരൂല, വന്നു ചേരില്ല. സന്തോഷം നമ്മൾ മേക്ക് ചെയ്യണം. പക്ഷെ ഭൂരിപക്ഷം ആളുകളും ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാതെയാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ഇടക്കൊക്കെ നമ്മൾ യാത്ര പോയിട്ട് നമ്മുടെ ഒരു സങ്കടങ്ങളിൽ നിന്ന് ആ ഭാണ്ഡം എവിടെയോ ഉപേക്ഷിച്ച് നമ്മളൊരു ഒറ്റക്കുള്ള സന്തോഷം മാത്രമുള്ള യാത്രകൾ. നമ്മളെ ആളുകളെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരു മറ്റേ എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു ചെമ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ ആളുകളെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് വേണ്ടി മാത്രം ജീവിക്കുക. അതിന്റെ പുറത്തേക്ക് ഒരു എന്താ പറയാ, അതിന് പുറത്ത് കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ലോകത്തെ കുറിച്ച് ചിലവർ ഇപ്പോഴും സ്വപ്നം കാണുന്നില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ വിഷയത്തിലൊക്കെ തന്നെ. ഇപ്പോ പെരുന്നാളാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പോകുന്നു. എങ്ങനെയാണ് മറ്റുള്ളവരുടെ പെരുന്നാള് എന്നുള്ളത്? പെരുന്നാളിന് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പൊ എന്റെ പെരുന്നാൾ ഞാൻ അനുഭവിക്കുന്ന മധുരമല്ല നിന്റെ മധുരം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. പെരുന്നാൾ ഓരോരുത്തരും അനുഭവിക്കുന്നതും അവര് പെരുന്നാളിനെ ആഘോഷിക്കുന്ന വ്യത്യസ്ത രീതിയിലാണ്. ഇനി ആഘോഷിക്കാതെ പോകുന്ന ഒരാളുകളും ഇപ്പൊ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഫാദറൊക്കെ എനിക്കറിയാം ടെക്സ്റ്റൈൽസ് ഫീൽഡിലാണ്. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പെരുന്നാളിന്റെ തലേന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരിക്കും. പിന്നെ അവര് പോയിട്ട് എന്തേ അന്ന് പെരുന്നാളിന്റെ അന്ന് രാവിലെ 6 മണിക്ക് ആവുന്ന സമയത്ത് അവർക്ക് എഴുതി വരാം. ടെക്സ്റ്റൈൽസ് ഫീൽഡിലെ പൊതുവെ എല്ലാവരും അങ്ങനെ ആയിരിക്കും. രാത്രി മുഴുവൻ കച്ചവടം ചെയ്ത് തരാം. പിന്നെ ഇപ്പൊ പെരുന്നാൾ നിസ്കാരമൊക്കെ എന്ത് ചെയ്യും, ഒന്ന് നീണ്ട് ഇപ്പൊ 8-8:30 മണിക്കാരെ നടക്കുക. അപ്പൊ ആ ഒരു 6 മണിക്ക് വരുന്നു, അവർ ചെറിയൊരു ഉറക്കം പാസ്സാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും എണീക്കുന്നു, നേരെ പള്ളിയിൽ പോകുന്നു, ഉറങ്ങുന്നു. കാരണം ഈ പെരുന്നാളിന് ഉറക്കത്തില് അങ്ങ് ചെലവഴിക്കുന്ന. പിന്നെ അതില് അവർക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ അവര് പിറ്റേന്നാണ് അവരുടെ പെരുന്നാൾ ആഘോഷം തുടങ്ങുന്നത്. അന്ന് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിലെ പെരുന്നാളിന്റെയും ആഘോഷങ്ങളുടെയും മുഞ്ചു കുറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കാം, ഇതേപോലത്തെ ഒരു വിഭാഗമാണ് ഓട്ടോറിക്ഷക്കാര്. അവിടെ ആ ദിവസം പെരുന്നാൾ ദിവസം ആഘോഷിക്കാനല്ല അവർ ഉപയോഗപ്പെടുത്തുന്നത്. ആ സമയം അന്ന് ഒരുപാട് ആളുകൾ വിരുന്നു പോകും. അതുകൊണ്ട് എനിക്ക് ഓട്ടം കിട്ടുമെന്നും ആ ഓട്ടം കിട്ടിയാൽ എനിക്ക് ഒരുപാട് സാമ്പത്തികമായൊരു അസറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നും പ്രധാന വരുമാന മാർഗം എന്ന അർത്ഥത്തിൽ പെരുന്നാളിനെ കാണുന്ന ആളുകൾ. ഇപ്പൊ ബേക്കറി ആളുകള്, കാരണം ഇപ്പൊ ഈ വരുന്ന കഴിഞ്ഞ റംസാൻ കഴിയുന്നു, പിന്നെ നേരെ പെരുന്നാളിലേക്ക്. അപ്പൊ റംസാനിൽ നമ്മളെ വീട്ടിൽ നിന്ന് വല്ലാതെ ബേക്കറി ആയതുകൊണ്ട് ആളുകൾ ഇത് ഒഴിവാക്കുന്നു. പുതിയ ബേക്കറികളൊക്കെ ഇറക്കി സെറ്റ് ചെയ്ത് വെക്കുന്നു, ഇതാക്കുന്നു. അതേപോലെ നമ്മൾ മധുരം വാങ്ങുന്നു, ഫ്രൂട്ട്സ്, അതുപോലെ ഐസ്ക്രീം പ്രത്യേകിച്ച് വിരുന്നു പോകുന്ന ആളുകളൊക്കെ ഒരുവിധം ബേക്കറികൾ. പെരുന്നാൾ ദിവസമെങ്കിലും ഒരു ലീവ് എടുക്കാമെന്ന് കരുതാതെ ബേക്കറിക്കാർ അന്ന് ബേക്കറി തുറന്നിട്ട് അന്നത്തെ കച്ചവടത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോ പെരുന്നാൾ ബേക്കറിക്കാരന്റെ പെരുന്നാൾ വേറെയാണ്. ഇനി അറവുകാരുടെ, ഇറച്ചി വിൽപ്പനക്കാരുടെ, കോഴി കച്ചവടക്കാരുടെ ഒക്കെ പെരുന്നാൾ തലേന്ന് ഇപ്പൊ പെരുന്നാൾക്ക് ലാസ്റ്റ് പള്ളി കയറുന്ന നേരത്തെ ഇറച്ചി വാങ്ങാൻ വരുന്ന ടീമിനെയൊക്കെ നമുക്കറിയാം. അങ്ങേറ്റ ക്ഷീണിതരായിട്ടുണ്ടാവും. ഒരു നേരത്തെ ഒന്ന് വിശ്രമം കിട്ടിയാൽ നന്നാവും. ഇപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ പള്ളി വന്ന് കണ്ടാൽ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ കഴിയും. കാരണം എല്ലാരും ഇങ്ങനെ ഭയങ്കര ആഹ്ലാദത്തിലും ഒരു പ്രത്യേക ഇവരിങ്ങനെ കിടന്ന് ഉറക്കം വന്നിട്ട് ഇവര് ടൈലർ ഷോപ്പ് ഇതൊക്കെ ഒരു കാറ്റഗറി വരുന്ന ടീമാ. ഏതായാലും വിഭവങ്ങള് മാറ്റമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ വീട്ടിലെ സന്തോഷങ്ങളും ഓരോ വ്യക്തിയുടെയും സന്തോഷത്തിന്റെ പെരുന്നാളിന്റെ രീതിയിലും മാറ്റം വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് കേരളത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വിഭവങ്ങള് എത്രയോ സമൃദ്ധമാണ്, എണ്ണമറ്റ വിഭവങ്ങളാണ്. ഒരുപക്ഷെ പോത്തിറച്ചി ഇല്ലാത്ത വിഭവങ്ങൾ ഞങ്ങളെ നാട്ടിൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്ന പോലെ ഫിഷ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് നമ്മളെ നാടിന്റെ ഒരു അവസ്ഥ. ഇതൊരു പുരോഗതിയാണ്. ആ ഒരു സാധനം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്തേലും ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, പിന്നെ എന്തേലും ഒരു പായസം, അങ്ങനെ എന്തേലും. ഇത് അങ്ങനെ ഒറ്റയ്ക്കല്ല, സ്റ്റാർട്ടർ ഉണ്ടാവും, എൻക്വൈസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് ഉണ്ടാവും. ഇങ്ങനെ എന്താ പറയാ, ഒരു നീണ്ടു നിൽക്കുന്ന ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം. വലിയ ചെറിയ പെരുന്നാളിന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് ഒരു മൂഡ് ഉണ്ടാവില്ല. കാരണം അതുവരെയും നോമ്പ് നോക്കി ശീലമുള്ള ഒരു ഇതാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ മനഃപൂർവ്വം പോയിട്ട് ഇങ്ങനെ തിന്നാൻ തോന്നുന്നൊന്നും മനഃപൂർവ്വം പെരുന്നാളല്ലേ ആണ് കഴിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാവാറ്. പക്ഷെ ഒരു കാര്യം ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ, നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഭവങ്ങളുണ്ട്. നമുക്കൊരു ഭക്ഷണത്തിന് ഒരു ദാരിദ്ര്യമില്ല. ധരിക്കാൻ വസ്ത്രത്തിന് പരിമിതികളോ അല്ലെങ്കിൽ അതിന് ഇല്ലാത്തതിന്റെ ഒരു പരിഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്കില്ല. ഇനി നമ്മുടെ നാട്ടിൽ 1-2 കുടുംബങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും അവരെ കാതോർക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു നൊമ്പരത്തെ കാതോർക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് വസ്ത്രം കൊടുക്കാനൊക്കെ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയൊക്കെ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ ഉള്ള മുസ്ലിം കമ്മ്യൂണിറ്റീസ്, കാരണം പെരുന്നാൾ ഒരു മുസ്ലിം സെലിബ്രേഷൻ ആണല്ലോ. ആ മുസ്ലിം സെലിബ്രേഷൻ പെരുന്നാള് ഈ ഉത്തരേന്ത്യൻ ജനത ആഘോഷിക്കുന്ന ഒരു രീതിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പുറത്ത് പോയിട്ടുണ്ടോ? അത്യാവശ്യം ഇപ്പൊ പെരുന്നാൾക്ക് ഹൈദരാബാദ് ആയിട്ടുണ്ട്, അതേപോലെ ഇവിടെ
ഡൽഹി പോയിട്ടുണ്ട്, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. ഹൈദരാബാദിൽ എവിടെ പോയിട്ടുണ്ട്? നമ്മൾ ഈ റോഹിംഗ്യൻ ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പ്രത്യേകിച്ച് നമ്മളെ ഫീലിങ്സ് നമ്മളിങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതായത് അവരൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്തേലും കൊണ്ടുവന്ന് തരുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമുദായത്തായിട്ട് നമുക്ക് തോന്നിയിട്ട്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പുറത്ത് നാദാപുരത്ത് ഇവിടെ എന്താ ഒരേ ഷർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സെയിം കളർ ഷർട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി തല്ലിടിയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ആളുകളെ നമുക്ക് തോന്നിയിട്ടുണ്ട്, പെരുന്നാളെ അന്നൊരു വസ്ത്രം, ഒരു പുതിയ ജോഡി വസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന ഒരു വിഭാഗം. അതിപ്പോ നമ്മൾ പറയും കുട്ടികളെ അവസ്ഥ ഒറ്റക്കല്ല, മുതിർന്ന ആളുകൾ എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന. അതുപോലെ സുഭിക്ഷമായ ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗങ്ങളൊക്കെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. റോഹിംഗ്യ മുസ്ലിംസ് ഒറ്റക്കല്ല, അവിടെയുള്ള പല ഗ്രാമീണ മേഖലകളിലും ചിലയിടത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ അവസ്ഥ ഒരു സങ്കടകരമാണ്. കാരണം ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതാപവും വലിയ നാഗരികതകളും ഒരു കാലത്തെ രാജ്യം ഭരിച്ച മനുഷ്യരുടെയൊക്കെ പിൻഗാമികളാണ് അവർ. ടിപ്പുവിന്റെ പിൻഗാമികളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കർണാടകയിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ ഹൈദരാബാദില് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹൈദരാബാദ് നൈസാമിന്റെ കാലഘട്ടത്തില് മറ്റേ ഇന്ത്യക്ക് പുറമെയുള്ള ഇപ്പൊ അഫ്ഗാനിൽ നിന്ന് വന്നവരുണ്ട്, അതുപോലെ യമനിൽ നിന്ന് വന്നവരുണ്ട്. അതേപോലെയുള്ള ആ കാലഘട്ടങ്ങളിൽ പുറത്ത്, അതായത് ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കാലഘട്ടങ്ങളിൽ വന്ന് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ രാജ്യ നിർമ്മിതിയിൽ പങ്കാളികളായിട്ടുള്ള ഒരുപാടുണ്ട്. പക്ഷെ ഇന്ന് അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടിരുന്നു, ന്യൂസിൽ കണ്ടിരുന്നു, മുഗൾ ചക്രവർത്തിമാരുടെ ഒരു കൊച്ചുമകൾ ഇന്ന് കൊൽക്കത്തയിലെ ഏതോ തെരുവിൽ ജീവിക്കുന്നു. അവരുടെ അടുത്ത് അതിന്റെ പ്രൂഫ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇന്ത്യ എന്ന് ഒരു വിദേശി ഓർക്കുമ്പോൾ ഇന്ത്യ എന്ന് അയാളുടെ മനസ്സിലേക്ക് ചിത്രം വരുന്ന താജ്മഹലാണ്, റെഡ് ഫോർട്ടാണ്, ആഗ്ര ഫോർട്ട്. ഈ വലിയ ശില്പികളുടെ ഒക്കെ പിൻഗാമി ഇപ്പൊ പറയണ ഇതൊക്കെ ആരുതാണ്? മുഗൾസ് സംഭാവന ചെയ്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടായില്ലേ? ഇതിന്റെ ഒക്കെ പിന്മുറക്കാർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അവര് ഒരു രാജകീയമായ രീതിയിൽ ജീവിക്കണം അല്ലെങ്കിൽ ആ അവസ്ഥ ഉണ്ടാവണം എന്നല്ല കേട്ടോ. പക്ഷെ മറ്റുള്ളവന്റെ ഒരു സഹായ ഹസ്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയായിട്ട് അധസ്ഥിത വിഭാഗമായിട്ട് അവർ മാറുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നാറുണ്ട്. ഇപ്പൊ PT മുഹമ്മദിന്റെ അവര് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഇതിലൊക്കെ കാണാം, ഭക്ഷണങ്ങളില് മാംസങ്ങൾ വരുന്നത് കുറവായിരിക്കും. ഒരു റൊട്ടി, അതേപോലെ ഒരു ഉള്ളി, അതേപോലെ ചെറിയ പച്ച അങ്ങനെ എന്തേലും. അത് ചീസൊക്കെ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. പക്ഷെ അത് അവർക്ക് ആ പശു മാടുണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്. അതല്ലെങ്കിൽ ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ. ഇപ്പൊ നോക്കി, അവിടെ ഒരു വിരുന്നുകാർ ചെല്ലുന്ന നേരത്ത് പോലും അവർ കൊടുക്കുന്ന റൊട്ടിയും അതുപോലെയുള്ള വിഭവങ്ങളാണ്. കാരണം ഒരു ആതിഥേയത്വം അരുളുന്ന സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കഴിയുന്ന പരമാവധി നല്ല ഭക്ഷണം കൊടുക്കാനാണ്. അപ്പോൾ ഒരു അതിഥി വരുന്ന സമയത്ത് പോലും അവർക്ക് റൊട്ടിയും ചീസും മറ്റുള്ള അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ഒരു സാധാരണഗതിയിൽ അവർ ജീവിക്കുമ്പോൾ എത്രമാത്രം താഴ്ന്നൊരു ഭക്ഷണമായിരിക്കും. ആ ഒരു ചീസും ഇതൊക്കെ നമുക്ക് തരുന്നത് നമ്മൾ ഗസ്റ്റ് ആയതുകൊണ്ടായിരിക്കും. നേരെ മറിച്ച് അവര് സ്വന്തമായിട്ട് ഇപ്പൊ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം ചീസ് വരെ വിറ്റിട്ട് ആ പൈസയും പാടി എന്ത് ചെയ്യും, അവര് വരുമാനത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു സംവിധാനമായിരിക്കും മിക്കവാറും നമ്മൾ കാണാൻ കഴിയുക. ഇതൊക്കെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അവരുടെ ഒരു വിദ്യാഭ്യാസപരമായ ഒരു പുരോഗതി അവരിലേക്ക് എത്തുന്നില്ല, സാമ്പത്തികമായി അവർ പിന്നോട്ട് പോയി. നമ്മൾ നോക്കുക, അവിടെ ഒരു ഉത്തരേന്ത്യയില് മുസ്ലിങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കാറ്റഗറിയാണുള്ളത്. ഒന്ന് റിച്ച് ആണ്, ഉള്ളവർ ഉള്ളവരാണ്, അതേസമയം ഇല്ലാത്തവനാണെങ്കിലോ പരമദാരിദ്ര്യം കഴിയുന്ന അവസ്ഥയിൽ. വാഫികൾ നടത്തുന്ന നാഷണൽ എംപവർമെന്റ് മിഷന്റെ ഒരു ഉസ്താദുമാരായിട്ട് നമ്മൾ ഒരു ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ ഉസ്താദുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ പോയി സന്ദർശിച്ചവരാണ്. നമുക്ക് ഒരു നാട്ടില് വെളിക്കിരിക്കുക എന്ന് പറഞ്ഞൊരു പദം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായി പോവാണ്. ഇപ്പൊ പഴയ ആളുകൾ എഴുതിയ കഥാപുസ്തകങ്ങളിലും അല്ലെങ്കിൽ പഴയകാല ജീവചരിത്രങ്ങളിലും റേറ്റ് 99.9 സംതിങ് അത്രയാണ്. 100% ആ ഒരു ഇത് പൂർണ്ണാർത്ഥത്തിലേക്ക് ഒരു ശൗചാലയം ഉള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ വെളിക്കിരിക്കാനുള്ള പദം പുതിയ തലമുറയിലെ ആളുകൾക്കൊക്കെ അന്യമായി തുടങ്ങിയ ഒരു കാലത്താണ്. അപ്പോ ഈ ഉത്തരേന്ത്യയിലെ ആളുകൾ രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കൂത്രേ. അപ്പൊ എന്തിനാണ്? രാത്രി ആയാല് ഒരു പുറത്തുള്ള പാടത്തോ വരമ്പത്തോ അല്ലെങ്കിൽ തൊടുകിലൊക്കെ പോയിട്ട് ആളും മറയൊക്കെ ഇല്ലാതെ ഒരു പ്രശ്നമില്ലാതെ അവർക്ക് സുരക്ഷിതമായിട്ട് അവരുടെ നാണം മറച്ചുകൊണ്ട് അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉത്തരേന്ത്യയിൽ ഈ ഒരു ദയനീയ അവസ്ഥ. ഇപ്പൊ ഈ ഇതൊക്കെ കേൾക്കണ്ടേ, ഇപ്പൊ ശൗചാലയ നിർമ്മാണം പറയുമ്പോ നമുക്ക് ഭയങ്കര പ്രൊജക്റ്റും കേരളത്തില് ഫണ്ട് വിരിക്കണത് അടക്കം അല്ലെങ്കിൽ പെട്രോളിന്റെ വില കൂടിയത് ശൗചാലയങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശരിക്കും നമ്മൾ അന്തം വിട്ടു വേണ്ടേ, എന്തിനാ ഇപ്പൊ ശൗചാലയം ഉണ്ടാക്കാനാണ് പോലെ ഉണ്ടാക്കുന്നത്?
പക്ഷെ നമ്മൾ അവിടുത്തെ അവരെ പോയി കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ള വെള്ളം ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ എന്തിന്റെയും അടിസ്ഥാനം വെള്ളമാണ്. നമുക്ക് തോന്നുന്നു ഈ വെള്ളം വെള്ളം തന്റെ ഭൂമിയിലില്ല. ഓല ഭൂമിയിൽ എത്ര കുഴിച്ചാലും കുഴൽക്കിണറിന് കുഴിച്ചാൽ പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥ. കുഴൽക്കിണർ കുടിക്കാൻ ഫാമിലി ഹെൽത്ത് സർവേ പറഞ്ഞിട്ടൊരു ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാം ഉണ്ട്. അതൊരു സർവേ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് സെൻസസിന് ശേഷം ഗവൺമെന്റ് നടത്തുന്ന ഏറ്റവും വലിയ സർവേ അതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ കീഴിൽ എന്ത് വരുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. അതായത് വെള്ളം എടുത്തു വരാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോ വെള്ളം എടുത്തു വരാന് നമുക്കിവിടെ സ്വിച്ച് ഇട്ടാ അല്ലെങ്കിൽ പൈപ്പ് തിരിച്ചാ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോ അതായത് നമ്മുടെ ഒരു ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഇപ്പൊ കേരളം ബെറ്റർ ആണ്, പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ഈ അവസ്ഥകളൊക്കെ അതാണ് പറഞ്ഞത്. വളരെ ഈ ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലും മുസ്ലിംകൾ താമസിക്കുന്ന പല ഗല്ലികളിലും ഒരു നേരത്തെ അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളം വെച്ചുണ്ടാക്കാനുള്ള വെള്ളം, ഇതിനൊന്നും വെള്ളമല്ല, കുടിവെള്ളമല്ല. എന്നിട്ട് വെള്ളം ദൂരെയുള്ള പുഴകളിലേക്ക് പോയിട്ട് അവിടുന്ന് ശേഖരിച്ച് തിരിച്ചിങ്ങനെ നടന്നു വരിക. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് യാത്ര ദിൽഷാദായിട്ടാണ് തോന്നുന്നത്, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനം. ആഫ്രിക്കയിലൊക്കെ ഉടനീളം സഞ്ചരിക്കുന്ന, അവിടെ കിണർ ഒഴിച്ചു കൊടുക്കുന്ന അങ്ങനത്തെ നമുക്ക് തോന്നിയിട്ടുണ്ട് ബെറ്റർ ആണ്. അത് ചെയ്യുന്ന സൽക്കർമ്മമാണ്. നമ്മുടെ നാട്ടിലും ഏതെങ്കിലും ദിൽഷാദ്മാർ ആരെയൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഉത്തരേന്ത്യയിൽ ഇത്തരം ജനതകളെ എംപവർമെന്റ് ചെയ്യാൻ വേണ്ടി, അവരെ വിദ്യാഭ്യാസപരമായി അവർക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി, അങ്ങനെ അവരെ നാനാ തുറകളിലും അവരെ പുരോഗതി പ്രാപിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു കരുത്ത് പകരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നാണ് അവരുടെ മുന്നിലേക്ക് ഫുഡ് ഓൺ വീൽസ് അതേപോലെ ദാറുൽഹുദന്റെ ഹാദിയ, അതേപോലെ റഹ്മാനി, ഇപ്പൊ നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ വാഫിന്റെ നാഷണൽ എംപവർമെന്റ് മിഷൻ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇനിയിപ്പോ ഇതല്ലാത്ത NGOക്ക് കീഴിൽ വരുന്ന ഒരുപാട് പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. കാരണം എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഇതൊക്കെ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ്. കാരണം നമ്മള് കേരള ആണെന്ന് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വരില്ല, പക്ഷെ രാജ്യനിർമ്മിതിയിൽ പങ്കാളികളാവാം. കാരണം നമ്മള് ഇന്ത്യ എന്നുള്ള ഒരു രാഷ്ട്രത്തിലെ പൗരനാണ് ഓരോരുത്തരും എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ വരിക, അല്ലെ? കാരണം നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാല് കേരളത്ര ഇത് വന്നു എന്നുള്ളതല്ല, കാരണം നമ്മളെ റേറ്റ് കംപ്ലീറ്റ് വരെ എന്തായിരിക്കും, ഇന്ത്യക്കാരെന്ത് നേടി അല്ലെങ്കിൽ ഇന്ത്യന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ഈ കാര്യങ്ങളാണ് വരിക. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സന്ദർഭത്തിൽ ബ്രിട്ടനിലെ ഏതൊരു യൂണിവേഴ്സിറ്റി ഈ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 100 പ്രദേശങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. അതിൽ ഒന്നാമതായി എണ്ണിയിരുന്നത് മലബാറാണ്. നമ്മൾ അധിവസിക്കുന്ന മലബാറിന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ നന്നായി ഡാമേജ് സംഭവിച്ച് നാടുകടത്തപ്പെട്ട ഒരു വീട്ടിൽ ഒരു പുരുഷൻ പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ദാരിദ്ര്യത്തിന്റെ പരമ കഷ്ട എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ പിന്നെ പലതിനാലും പിറകോട്ടാണ്. സാംസ്കാരികമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസമായി ഒക്കെ ഒരു പിന്നോട്ടടിക്കുന്നത്. ഇനി അതിൽ പറയുന്ന ഒരു അവിടെ 1947 ഏറ്റവും പിറകോട്ടടിക്കപ്പെട്ടതിൽ ഒന്നാമതായി എണ്ണിയത് മലബാറാണെങ്കിൽ 2005 രവീന്ദ്ര സച്ചാർ റിപ്പോർട്ട് വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനന്റ് സ്റ്റാറ്റസ് ഉള്ള, നല്ലൊരു പ്രിവിലേജ് ഉള്ള, വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള, സമ്പത്തുള്ള ഒരു തലമുറയായി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന നാടായിട്ട് മലബാർ മാറിയെന്നാണ്. എങ്ങനെയെന്നൊരു ചിന്ത നമ്മുടെ നേതാക്കൾ അങ്ങനെ മാറ്റി. അതിന്റെ പിന്നിലെ കാരണം ഇവിടെ നമുക്ക് മതപരമായും സംഘടിക്കുകയും രാഷ്ട്രീയപരമായി അവരുടെ അവകാശങ്ങൾ സർക്കാരുകളിൽ നിന്ന് ചോദിച്ചു മേടിക്കാനും, ഉത്തരേന്ത്യയിൽ ചോദിച്ചു മേടിക്കാൻ പോലും ഒരാളില്ല എന്നാണ്. ഒരു പക്ഷേ നമ്മളെക്കാൾ ഭൂരിപക്ഷം, അതായത് ഇപ്പോഴത്തെ മൈനോറിറ്റി നമ്മളെക്കാൾ എത്രയാണ് മുസ്ലിം ജനസംഖ്യ ഉള്ളത്? ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ഉത്തരേന്ത്യയിലെ ആളുകളെ അവിടെ മതസംഘടനകളോ മതപണ്ഡിതന്മാരോ ഇല്ലാത്ത പ്രശ്നമില്ല. പക്ഷെ രാഷ്ട്രീയപരമായി ഈ മത സമുദായത്തെയും അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷത്തെയും സർക്കാർ ആവശ്യങ്ങളും സർക്കാർ അവകാശങ്ങളും സർക്കാർ സ്ഥാനങ്ങളിലേക്ക് അവർ എത്തിപ്പിക്കാനുമുള്ള രാഷ്ട്രീയപരമായ കരുത്തില്ലാതെ പോയതാണ് ഉത്തരേന്ത്യയിലെ പ്രശ്നം. എന്നാൽ കേരളത്തിലെ ജനത ആ ഒരു മേഖലയിൽ അവർ കരുത്താർജിച്ചു. ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, മതപരമായി വ്യത്യസ്തമാർന്ന സംഘടനകളുണ്ട്. ഇത് ഒരു കേരളത്തിന്റെ സുഹൃത്താണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ ഒരു അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകുമ്പോഴും അവരെല്ലാം സംയോജിച്ച് ഒരു രാഷ്ട്രീയ ചേതനയായി ഇവിടെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് കേരളത്തെ പുരോഗതിയിലേക്ക് നയിച്ചത്. അതിനെ ആരും കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഇപ്പോൾ വളർന്നു വരുമ്പോൾ ചില ആളുകളൊക്കെ ചില അപശബ്ദങ്ങൾ ഉയർത്തുന്നത്, എന്തിനാണ് ഒരു മുസ്ലിം മൈനോറിറ്റി സംഘടന, എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കണ്ടേ? ഒരു കാലത്ത് നെഹ്റുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ആയുധമില്ലത്തിനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ പിരിച്ചുവിട്ടൂടെ എന്ന് ചോദിക്കുന്ന ശരിക്കും അതാണ് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും മനസ്സിലാകുന്നില്ലാത്തടത്താണ് നമുക്കൊരു സങ്കടം. കാരണം
മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ നെഹ്റുജി നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നിങ്ങളില്ലാത്തൊരു കാലം വരും, ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കെട്ടിപ്പിടിച്ച് കരയാനെങ്കിലും ഈ കൊടിക്കൂറ വേണം, അല്ലെങ്കിൽ ഈ കൊടിയുടെ തണൽ വേണമെന്ന് പറയുന്ന കായികമില്ലത്തിന്റെ ദീർഘവീക്ഷണം ഈ NRCയും CAയും ഒക്കെ വലിയ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ ഇപ്പോൾ വഖഫ് അടക്കം ചർച്ച നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർക്കൊണ്ടിരിക്കവേ നമ്മൾ എന്തുകൊണ്ടും മുസ്ലിം ലീഗിന്റെ പ്രസക്തിയെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് ഈ സുരക്ഷിതത്വം നൽകിയത് മുസ്ലിം ലീഗും അതുപോലെ സാമുദായിക സംഘടനകളുടെ മതസംഘടനകളും ചേർന്നപ്പോഴാണ്. ഇപ്പോ പല വിവാദങ്ങൾ വരുന്നുണ്ട്, അതായത് രാഷ്ട്രീയപരമായിട്ട് വേർതിരിവ്. ഇപ്പൊ മുസ്ലിം ലീഗ് പോരാ, വേറെ പാർട്ടികൾ, പിന്നെ ഒന്നിനെ SDPI വന്നു, വെൽഫെയർ പാർട്ടി വന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി ഇങ്ങനെ ഈ ഒരു ക്രോഡീകരണം അല്ലെങ്കിൽ ഈ ഒരു ഒത്തൊരുമ നശിച്ചു പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ രവീന്ദ്ര സച്ചാർ റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ബംഗാളിലൂടെ, ഏത് ബംഗാൾ 35-36 കൊല്ലക്കാലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച, CPM ഭരിച്ച അല്ലെങ്കിൽ CPI ഭരിച്ച, കമ്മ്യൂണിസം ഭരിച്ച ഒരു ബംഗാൾ, ആ ബംഗാളിലെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്, ഇന്ത്യയിലെ അധസ്ഥിത പട്ടികജാതി വിഭാഗത്തെക്കാൾ അധപ്പതിച്ചു പോയി മുസ്ലിങ്ങൾ കഴിയുന്ന, അധസ്ഥിതരായി കഴിയുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അതിൽ പറയുന്നത് എവിടെയാണോ ടാറിട്ട് റോഡുകൾ അവസാനിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മുസ്ലിം മൈനോറിറ്റീസ് അധിവസിക്കുന്ന നാട് തുടങ്ങാൻ, എവിടെയാണോ ഇലക്ട്രിക് പോസ്റ്റുകൾ അവസാനിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അധിവസിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാണ്, കേരളത്തിലെ ചില ആളുകളൊക്കെ കമ്മ്യൂണിസത്തെ ചൂണ്ടിക്കാണിച്ച് ഇവർ നമുക്ക് രക്ഷകരായിട്ടുണ്ടാകും, ഇവർ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കും. അവർ നമ്മുടെ മുന്നിൽ ഒരു ആട്ടിൻതോലണിഞ്ഞ ചെന്നായി ആയിട്ട് നിലകൊള്ളുകയാണ്, അല്ലെങ്കിൽ അല്ലെ അല്ലാതെ അവർ ഒരിക്കലും നമ്മുടെ മുന്നിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ മൈനോറിറ്റീസിനെ എംപവർമെന്റ് ചെയ്യാനും അവിടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും നിൽക്കുന്ന ഒരു ആശയ പ്രത്യയശാസ്ത്രം ഉള്ളവരാണ് എങ്കിൽ അവർ ഒന്നാമതായി 36 കൊല്ലക്കാലം ഭരിച്ച ബംഗാൾ എംപവർമെന്റ് ചെയ്യപ്പെടണമായിരുന്നു. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കും ബംഗാൾ പോലെ അതെ. പക്ഷേ കേരളത്തിലെ ഇത്തരം ഒരു സച്ചാർ, രവീന്ദ്ര സച്ചാർ റിപ്പോർട്ട് പോലും ഉണ്ടാകുമ്പോഴും അതിനെ ഉൾക്കൊള്ളാനോ അത് അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴും ഈ കേരളത്തില് CPMന്റെ ഈ അജണ്ടകളെ അല്ലെങ്കിൽ ഭിന്നതയുടെ രാഷ്ട്രീയത്തെ, മുസ്ലിം സംഘടിത ശക്തിയെ ദുർബലപ്പെടുത്താനുള്ള താല്പര്യങ്ങൾ കാണിക്കുമ്പോഴും അതിന്റെ പിന്നിൽ പോയിട്ട് ഒച്ചാനിച്ച് നിൽക്കുന്ന ചില മതവാക്താക്കളെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനോടുള്ള വിരോധം, അല്ല പ്രത്യേകിച്ച് അവരോട് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അപ്പൊ ലീഗിനോട് വിരോധം, ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് ചെയ്ത് ശരിയായില്ല, ഇപ്പോഴത്തെ CPM എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവര് നോക്കൂല. ലീഗ് ചെയ്ത് ശരിയായില്ല, എന്ത് പറയാം, ലീഗ് ശരിയായില്ല, ഇതായിരുന്നു നിലപാട് വരിക. പക്ഷെ നേരെ മറിച്ച് എന്നാ ഓക്കെ ലീഗ് ചെയ്ത് ശരിയല്ല, ഇപ്പൊ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു 100% ശരിയായിക്കോണമെന്നില്ല. ആ സമയത്ത് അവർക്ക് എന്ത് പറയാം, ഇങ്ങനെ ചെയ്തോടെ, അല്ല ഇങ്ങനെ ഒന്ന് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഒരു പാർട്ടിയാണ്, അല്ലാതെ ഓരോരുത്തർ പേഴ്സണൽ ഇതല്ല. അപ്പൊ പാർട്ടിയുടെ നിലപാട് ഉണ്ടാവാന്നുള്ളതും ഏതായാലും ഇന്ന് പെരുന്നാളായിട്ട് നമ്മൾ ഫുള്ള് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യണം. ഈ നട്ടുച്ചയിലൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പെരുന്നാൾ, ഇന്നത്തെ പെരുന്നാൾ. ഇപ്പോൾ നമ്മൾ പെരുന്നാളിൽ ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലെ പെരുന്നാളിലേക്ക് നമ്മൾ കടന്നുപോയി. സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു അവിടെ ഒരു പിറകോട്ട് പോയതിന്റെ പിന്നിലെ കാരണം അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരെ വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കുന്ന എന്തിനേയും നമ്മൾ പിന്തുണക്കണം. അതിന് നമ്മൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ ഒരു വെക്കേഷൻ ലീവിൽ അവരുടെ കൂടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഹെൽപ്പ് ചെയ്യണം. അതെങ്കിലും ചെയ്യാൻ സത്യം പറഞ്ഞാലേ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളിവിടെ നാട്ടിൽ നമ്മളെ ജീവിക്കാൻ നമ്മൾ എന്തോ ഒരു റിമോട്ടാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. മനുഷ്യന്മാരല്ലേ ഇവിടെ സൃഷ്ടിക്കുന്നത് റിമോട്ട്. കാരണം ഇപ്പൊ സ്കൂളിൽ ചേർക്കുന്നു, ഒരു 4-5 ഭാഷ കൊടുക്കുന്നു, ഇംഗ്ലീഷ്, അറബി, മലയാളം, ഹിന്ദി, പിന്നെ അറബി മലയാളം പോലത്തുള്ള ഭാഷകളൊക്കെ പഠിപ്പിക്കുന്നു. നമ്മൾ ഒരിക്കലും ഒരാളെ ഹെൽപ്പ് ചെയ്യണം, അതായത് നമ്മളെന്തെങ്കിലും അനാഥരെ സംരക്ഷിക്കണം, അല്ലെ ഇങ്ങനെ ഒരു ക്വാളിറ്റി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസം ഒരിക്കലും നമ്മൾ ബയോളജി നമ്മൾ കണ്ണിനെ കുറിച്ച് പഠിക്കുന്നു, പ്യൂപ്പിൾ കൃഷ്ണമണിയെ കുറിച്ച് പഠിക്കുന്നു. പക്ഷേ ഈ കൃഷ്ണമണികൾ കൊണ്ട് കാഴ്ചയെ കാണാൻ പറ്റുമെന്നുള്ള അറിവ് നമ്മൾ എവിടുന്ന് പഠിക്കുന്നു, ബയോളജിയിൽ നിന്ന് പഠിക്കുന്നു. പക്ഷെ അതേസമയം ഈ കണ്ണുകൊണ്ട് അപരന്റെ സങ്കടത്തെയും തൻ്റെ കൂട്ടിരിക്കുന്ന തൻ്റെ കൂടപ്പിറപ്പിൻ്റെ കണ്ണ് നിറയുമ്പോൾ അത് കാണാനും ഈ കണ്ണുകൊണ്ട് കഴിയണമെന്ന് പഠിപ്പിക്കുന്നത് മൂല്യമേറെ മതജ്ഞാനമാണ്. ആ മതവിദ്യാഭ്യാസമാണ് നമ്മളതിലേക്ക്. അവിടെയാണ് നമ്മൾ പുതിയ കാലത്തെ ആളുകൾക്ക് അറിവില്ലാത്തതാണോ പ്രശ്നം? സിഗരറ്റ് പാക്കിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇത് ക്യാൻസറിന് കാരണമാണ്. പക്ഷെ ഇത് വായിക്കാൻ അറിവില്ലാത്തവരാണോ ഇത് വായിക്കുന്നത്? ഇത് വലിക്കുന്നവർ ഇതൊരു അപകടമാണെന്നും തനിക്കത് അപൽക്കരമാണ് എന്ന് അറിഞ്ഞിട്ടും ഇത് വലിക്കാൻ മുതിരുന്ന ഒരു തലമുറയുണ്ട്. ഇവർക്ക് ആർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല പ്രശ്നം, ഇത് വായിച്ചിട്ട് ഇതിന് അർത്ഥം മനസ്സിലാകാത്തതല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? ഇവർക്ക് തിരിച്ചറിവില്ല എന്നതാണ് പ്രശ്നം. പുതിയ കാലത്ത് അതാണ് തെറ്റാണ്, ഇത് തെറ്റാണ് എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. പുതിയ കാലത്ത് ഇപ്പം നമ്മളെ സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ വിദ്യാസമ്പന്നരായ ആളുകൾ പഠിക്കുന്ന കലാലയങ്ങളിലാണ് റാഗിങ് നടക്കുന്നത്. തന്റെ കൂടപ്പിറപ്പിന്റെ ശരീരത്തിൽ നമ്മൾ
പഠിക്കുന്ന കാലത്ത് റാഗിങ് ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് റാഗിങ് പറഞ്ഞാൽ അതിനൊരു മനോഹരം തന്നെ. ഒന്നല്ലെങ്കിൽ ഇപ്പുറത്ത് കയറി ഒരു ഡാൻസ് കളിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു പാട്ട് പാടിക്കുക. ഇന്ന് വരെ പാട്ട് പാടാത്ത ആളെ പിടിച്ച് പാട്ട് പഠിപ്പിക്കുന്നുണ്ടാവും. അതേപോലെ ശരീരം അനക്ക് പോലും ചെയ്യാത്ത ആൾക്കാർ ഒരാളതിലേക്ക് നിർബന്ധിക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ അതൊരു മനോഹരമായിട്ട് പരിധിയുള്ള കലാവാസന. ഇപ്പൊ നമ്മളോട് പല ആളുകളും അനുഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് അന്ന് അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ. പക്ഷെ ഇന്നത്തെ അങ്ങനെയല്ല. ഇന്ന് ശരീരം വേദനിപ്പിക്കുന്ന രീതിയില്. അപ്പോ ലാസ്റ്റ് നടന്നിട്ടുള്ള കൊലപാതകം എത്ര ക്രൂരാണ്. കോമ്പസ് എന്തിനാ നമ്മളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന പോലെ അറിയാത്ത ശരീരത്തിൽ മജ്ജയും മാംസമുള്ള തന്റെ കലാത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ അവന്. ആ കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ കുത്തി നോവിച്ച് വരഞ്ഞ് അതിൽ മുറിവായി അതിലേക്ക് ടോയ്ലറ്റ് ലോഷൻ ഒഴിക്കുമ്പോൾ നീറുമ്പോൾ ആ കുട്ടി നിലവിളിക്കുമ്പോൾ അതൊരു ആസ്വാദനമായിട്ട് കേൾക്കാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിക്കാനും കഴിയുന്ന ഒരു തലമുറ നമുക്കിടയിൽ ഉണ്ടായെങ്കിൽ ആ തലമുറക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതാണോ പ്രശ്നം? അല്ല, അവർക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തൊക്കെയാണ് വിഭജിച്ച് മനസ്സിലാകുന്നില്ല. കലാലയത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൻ്റെ നാട്ടിൽ താഴേക്കോട് സ്കൂള്, ഞാൻ ആ സ്കൂൾ എൻ്റെ നാട് സ്കൂളും കൂടി, പക്ഷേ ആ നടന്നുപോയ സംഭവം അപലനീയമാണ്, ആക്ഷേപാർഹമുള്ള കാര്യമാണ്. അതുകൊണ്ട് പറയണം, ഇനി മറ്റൊരിടത്ത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഖേദത്തോടു കൂടി തന്നെ പറയണത്. അത് ഞാൻ പഠിച്ചൊരു സ്കൂൾ എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഒരു അപമാനം എനിക്ക് സ്വമേധയുണ്ട്, എന്തായാലും ഒരു ഖേദമുണ്ട്. അപ്പോൾ അവിടെ പോലും കത്തിക്കുത്താണ്. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 14-15 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ അവിടെ പോലും ഇത്തരം രീതിയിലുള്ള അവസ്ഥ നടക്കണം. അപ്പോൾ വിദ്യാഭ്യാസം ഒരു തലമുറയെ എന്ത് ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസം ബോധ്യത്തിലേക്ക് അവരെ വഴി നടത്തുന്നില്ല. അപ്പോൾ നമ്മൾ കേവലം ഭൗതികമായ വിദ്യാഭ്യാസം, അവിടെയാണ് ശാസ്ത്രമല്ല ഒരു മനുഷ്യനെ വിവേകിയാക്കുന്നത്. ആണോ? അല്ല, മതമാണ്. ശാസ്ത്രമാണല്ലോ, സയൻസ് ആണല്ലോ. കണ്ണിനെ കുറിച്ച് പഠിച്ചു, നമ്മൾ സയൻസ് കുട്ടികൾ ഇതൊക്കെ പഠിക്കണം. പക്ഷെ അതേസമയം അവരുടെ സങ്കടങ്ങളെ കൂടെ ചേർത്ത് വെക്കാൻ, അവരുടെ കണ്ണ് നിറയുമ്പോൾ അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, അവൻ്റെ സങ്കടങ്ങളിൽ കൂടെ അവൻ്റെ കൂടെ ഞാനുണ്ടെന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒക്കെ മതമാണ്. അതെ, അത് ആക്ച്വലി അങ്ങനെ തന്നെ വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലോട്ട് വീണ്ടും തിരിച്ചു പോകുന്നതാണെങ്കിൽ അവർക്കുള്ള വൈജ്ഞാനിക മേഖലയിലെ ഇപ്പോൾ അവര് മാക്സിമം അവിടുത്തെ ആളുകളുടെ വിദ്യാഭ്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ LP സ്കൂൾ പോലും മര്യാദക്ക് പോയിണ്ടാവില്ല. കാരണം സ്കൂളിന്റെ സാഹചര്യങ്ങൾ വളരെ പരിതാപകരമാണ്. കാരണം ഇപ്പോൾ അവിടുത്തെ അധ്യാപകർ ദൂരെ സ്ഥലങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോവുക, യാത്രാ ക്ലേശതകൾ കാരണം ഒരുപാട് യാത്ര ചെയ്യണല്ലോ എന്ന് കരുതിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നില്ല, സ്കൂളിലേക്ക് പോകുന്നില്ല. പിന്നെ പോത്ത് വളർത്താനും വയലുകൾക്ക് ഇറങ്ങാണ്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട സുഖം. ഇന്നലെ ഞാൻ കേട്ടൊരു വാർത്ത, കേരളത്തില് ഓൾറെഡി AP വിഭാഗം സ്വകാര്യ സർവകലാശാല ഇപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ റൂള് പ്രകാരം സർവകലാശാല 100 ഏക്കറിൽ തുടങ്ങി. അഭിനന്ദനായ മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ജാമിയ നൂരിയയുടെ കീഴിലും ഒരു സ്വകാര്യ സർവകലാശാല ആരംഭിക്കാനുള്ള ഇത് വന്നു. ഇതൊക്കെ കേരളീയ സമുദായത്തിന് വലിയ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഒരു ലോകത്തെ തുറന്നിട്ട് തരുന്ന ഒരു വാതായനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ല, കേരളത്തില് വൈകിട്ടാണെങ്കിലും സ്വകാര്യ സർവകലാശാല വന്നു. എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കേരളത്തിൽ ഒന്നും കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ സ്കൂളിലും ഇതിലൊക്കെ കുട്ടികളെ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ സെൽഫ് ട്യൂഷൻ സെന്ററുകളും ഇതിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ +1 പഠിക്കുന്ന ഒരു കുട്ടീനെ പരിചയപ്പെട്ട്, കുട്ടി സ്കൂളിലേക്ക് പോകണില്ല, വീട്ടിലാണ് കുട്ടിയുടെ പഠനം കംപ്ലീറ്റ് നടക്കുന്നത്. ആ കുട്ടി സ്കൂളിൽ പോകുന്ന ലാബിനും ഇതിനു വേണ്ടിയിട്ട് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ മേഖല ഇത്രയും എത്തുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്ത് ഇതാക്കുന്നത്, ഞാൻ ഇപ്പോ ഡൽഹി യാത്ര പോയ സമയത്ത് നമ്മൾ ഉണ്ടായ അനുഭവമാണ്. നമ്മള് 20 വയസ്സുള്ള അവിടുത്തെ നമ്മൾ ട്രെയിനിൽ ഇങ്ങോട്ട് തിരിച്ചു പോരാണ്. അപ്പൊ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ജോലിക്ക് വരുന്ന ഒരാളാണ്. അപ്പൊ മൂപ്പരോട് വയസ്സ് എത്ര ചോദിച്ചു. മൂപ്പര് 20 ആയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കോമൺ കാര്യങ്ങൾ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് മൂപ്പർക്ക് ഒരു ഫോൺ കോൾ ഉണ്ട്. അപ്പൊ അതില് ആരാ, നമ്മളെ പെങ്ങളാണ്. അപ്പൊ അപ്പുറത്ത് ഇങ്ങനെ കുട്ടികളെ, അതായത് വിളിക്കുന്ന ആളെ ചുറ്റുവട്ടത്തില് 3 കുട്ടികളൊക്കെ ഉണ്ട്. ഒരു 3 കുട്ടികളായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മള് ഫോണൊക്കെ വെച്ച് ആരാ, പെങ്ങളാണോ ബഹനാണോ എന്നുള്ളതൊക്കെ ചോദിച്ചാ പറഞ്ഞു. അപ്പൊ അല്ല, ഭാര്യയാണ്. പഠിച്ചോനെ നമ്മള് ആ സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് 23 വയസ്സോ 24 വയസ്സായിട്ടാണ്. ആ സമയത്ത് ഞാൻ കല്യാണത്തിനെ കുറിച്ച് പോലെ ആലോചിക്കണില്ല. അവന് 3 കുട്ടികളാണ്. 3 കുട്ടി ഒറ്റക്കല്ല, അവന്റെ ഫാമിലിന് ഫുൾ റെസ്പോൺസിബിലിറ്റി അവനാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് 15 വയസ്സായിട്ട് ആയ സമയത്ത് കേരളത്തിൽ പണിക്ക് വന്ന ആളാണ്. നമ്മൾ ആലോചിച്ച 15 വയസ്സിൽ നമ്മളെവിടെ, നമ്മള് വിദ്യാലയങ്ങളിൽ പഠനത്തിലാണ്. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുക. പക്ഷെ ഇവര് ആ പ്രായത്തിൽ എന്തുണ്ട്, കേരളത്തില് നിങ്ങൾ ആലോചിക്കണം, നമ്മള് ഏകദേശം ഒരു പ്രവാസി ആവണ ഫീലിംഗ് അല്ല അവർക്കില്ല. അത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ. കാരണം അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നിട്ട് പറഞ്ഞ നല്ല പൈസ സമ്പാദിച്ച് അവർ തിരിച്ചു പോകണ്ടേ. പക്ഷെ പണമല്ല ഇതിന്റെ മൂല്യം. നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു നാടിന്റെയും ഒരു ജനതയുടെയും പുരോഗതി എന്ന് പറയുന്നത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവലല്ല,
കാർ പോർച്ചിൽ വലിയ വാഹനങ്ങൾ ഉണ്ടാവലല്ല. ഇതിനൊക്കെ അപ്പുറം ഒരു നാടിന്റെ കരുത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജനത ശാക്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുക ആ നാട്ടിലെ ആളുകളെല്ലാം വിദ്യ കൊണ്ട് സമ്പന്നമായി എന്ന് പറയാനാവുമ്പോൾ, വിദ്യ കൊണ്ടാണ് സമ്പന്നത നമ്മൾ ആർജിക്കേണ്ടത് ആത്യന്തികമായി. അത് രണ്ടാമതൊക്കെ സെക്കൻഡറി ആണ്. നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസത്തെക്കാൾ, നമ്മുടെ നാട് ഒരുവിധം അതിനോട് ഭേദപ്പെടുകയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ്. പക്ഷേ ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള തിരിച്ചറിവ് അവിടുത്തെ തലമുറയിലെ ആളുകൾക്ക് അവരിപ്പോഴും ദാരിദ്ര്യം കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. കാരണം ഇപ്പോ പഠനം കൊണ്ട് എന്താ കിട്ടുക? ഇപ്പൊ ഒരു നേരത്തെ പണിക്ക് പോയാൽ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യാ, അന്നം കിട്ടുക എന്നുള്ളതാണ് എന്ത് അവർ ഉദ്ദേശിക്കണേ. ഇനി എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, അവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ മേ ബി ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം. അങ്ങനെ ഒരു മാറ്റം വരട്ടെ. അതേപോലെ തന്നെ അതിനിപ്പോ എനിക്ക് തോന്നുന്നത് നമ്മള് മുമ്പ് പറയപ്പെട്ട ആളുകൾക്കൊക്കെ അതിന് സാധിക്കട്ടെ. ഇപ്പൊ ഒരുപാട് NGO ഉണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന്, അവിടെ പോയി പ്രവർത്തിക്കുന്ന കുറെ ഇപ്പൊ സാമൂഹികമായിട്ടുള്ള ക്ഷേമം നടത്തുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് അതിന് കഴിയട്ടെ എന്ന് എന്ത് ചെയ്യുന്നു നമുക്ക് പ്രത്യാശിക്കാം. പിന്നെ ഇവിടെ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ നാടിന്റെ നട്ടലായിട്ടുള്ള പ്രവാസികൾ. ആ ഒരു വിഷയത്തിൽ പ്രവാസികളും ഒരുപാട് ടീമുകൾ എന്ത് ചെയ്യുന്നു, ഈ സെലിബ്രേഷനുകൾ ചെയ്യപ്പെടാതെ പോകുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്. എന്റെയൊക്കെ വീട്ടിലൊക്കെ, എന്റെ കുടുംബത്തിലൊക്കെ ഫാമിലിയിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രവാസ ലോകത്തുണ്ട്. അവര് ഒന്ന് പള്ളിയിൽ പോയത് ചിലപ്പോൾ ഷെയ്ഖ് സായിദിന്റെ വലിയ പള്ളിയിലൊക്കെ ആയിരിക്കും. അവിടുന്ന് വല്ല 2 ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിൽ അവരുടെ റൂമിൽ വന്ന് അവരുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ മന്തി നല്ല ഭക്ഷണം കഴിക്കാം. പക്ഷേ അവർ നേരെ പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് കോൾ ചെയ്യാണ്. തന്റെ കൈ ഇങ്ങനെ തലക്ക് കൊടുത്ത് ബെഡിൽ കടന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അതായത് നമ്മുടെ അമ്മമാരൊക്കെ ഗൾഫിലായ സമയത്ത് അവര് മിക്കപ്പോഴും ബെഡിൽ കിടന്നു. അപ്പോ എന്താണ്, അവരുടെ പെരുന്നാള് ഒരു ലീവാണ്, അവർക്ക് സന്തോഷം കിട്ടില്ല. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, നാട്ടിലൊക്കെ ഒരു പെരുന്നാള് നടക്കുമ്പോൾ ആ പെരുന്നാളിന്റെ എൻജോയ്മെന്റ് കാണുമ്പോൾ ചിലപ്പോൾ ഫോൺ വിളിച്ചതിന് ശേഷം ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് കണ്ണ് തുടച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ തലയണ കെട്ടിപ്പൊടിച്ചിട്ട് ആരും അറിയാതെ വിതുമ്പിയിട്ടുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്. കാരണം നമ്മള് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രവാസികൾ നമ്മളെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നമ്മളെ ചിലപ്പോൾ പെരുന്നാൾ ആഘോഷത്തിന് തിരക്കായിരിക്കും. നമ്മളൊക്കെ വീട്ടില് അവിടെ ഭാര്യമാരോ ഉമ്മാരോ ഒക്കെ തിരക്കാട്ടോ ഈ പിന്നെ വിളിക്കുന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം അവരുടെ ചോര നീരാക്കി അവരുടെ വിയർപ്പൊഴുക്കിയതിന്റെ പൈസയാണ് ഇപ്പൊ നമ്മളിവിടെ പൊടിക്കുന്നത്. പക്ഷെ അപ്പോഴും അവരെ കൺസിഡർ ചെയ്യാറില്ല, അല്ലെങ്കിൽ പരിഗണിക്കലില്ല. അപ്പൊ അതൊക്കെ നമ്മളെ തലമുറ മാറ്റേണ്ടത്. അവരെ ചേർത്ത് പിടിക്കണം. അവർ വിളിക്കുന്ന സന്ദർഭത്തിൽ പെരുന്നാളിന്റെ നമ്മുടെ സ്പെഷ്യൽ ഡേകളിൽ അവർക്ക് വേണ്ടി സമയം കാണാനും, അവര് മറ്റെന്തും ഒഴിവാക്കിയിട്ടാണെങ്കിലും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സമയം കണ്ടെത്തണം. കാരണം വീട്ടിലൊരു സൽക്കാരം ഉണ്ടാകണം, അല്ലെങ്കിൽ വീട്ടിലൊരു വിരുന്നുണ്ടാകണം, അല്ലെങ്കിൽ എല്ലാവരും വരികയാണ്. അപ്പൊ അത് ദൂരെ നിന്ന് ഫോണിലൂടെ കാണാന്ന് പറഞ്ഞാൽ, പുതിയ കാലത്ത് സൗകര്യം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു ഭീകരമാണ്. കാരണം അത് അനുഭവിക്കാൻ കിട്ടുന്നില്ലല്ലോ. എവിടെയൊക്കെയോ ഒരു വിങ്ങലും വിതുമ്പലോടെയും സങ്കടത്തോടെയും ആരും അറിയാതെ പോയ ഒരുപാട് കാര്യം. ഇപ്പൊ സ്വന്തം മകളെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പിതാവിന്റെ, അതേപോലെ സിബ്ലിങ്സിന്റെ കല്യാണം അറ്റൻഡ് ചെയ്യാതെ പോകുന്നത്, അങ്ങനെയല്ലേ. ജ്യേഷ്ഠന് അനിയത്തിന്റെ കല്യാണത്തിന് കൂടാൻ കഴിയുന്നില്ല, കാരണം ലീവ് കിട്ടുന്നില്ല. അപ്പോ എന്തിനാണ് ഈ അന്ന് അവള് അണിയുന്ന ആഭരണം ഈ കാക്കു അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ സമ്പാദ്യമാണ്. അയാള് ആയുഷ്കാലം മൊത്തം ഉണ്ടാക്കിയ സാധനത്തിന്റെ ഒരു പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ കേരളത്തിലെ ആളുകളൊക്കെ പ്രവാസികൾ വിളിക്കുമ്പോൾ, ഭർത്താവ് വിളിക്കുമ്പോൾ, ജ്യേഷ്ഠൻ വിളിക്കുമ്പോൾ, ഉപ്പ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി അന്നൊരു സമയം കണ്ടെത്തണം. അവരോട് സംസാരിച്ച് അവർക്ക് കൊടുത്തതിന് ശേഷം മതി നമ്മുടെ പെരുന്നാൾ എൻജോയ്മെന്റ് പോകേണ്ടത്. അവര് ഒരു മാക്സിമം ഒരാൾ ഫോൺ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറായി. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു മണിക്കൂറായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു മണിക്കൂറത്തെ സമയം അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട്, കാരണം നമുക്ക് ഇപ്പൊ എന്താക്കാം, ഒരു സെലിബ്രേഷൻ ആണ്. ഇപ്പൊ ബാക്കി 23 വയസ്സ് അല്ലെ ഇത്ര വയസ്സ് അവർക്ക് ഇപ്പുറത്ത് ഉണ്ട്. അപ്പൊ ആ ഒരു മണിക്കൂർ അവർക്ക് വേണ്ടി നീക്കി വെക്കാന്നല്ല തോന്നിയിട്ട് പ്രവാസിയുടെ അതേപോലെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോ യൂറോപ്പിലാണെങ്കിലും അതേപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പെരുന്നാൾ അതും കൂടി നമ്മൾ ഇത് കണ്ട. കാരണം നമ്മളൊരു വിദ്യാർത്ഥി കാലഘട്ടമായിട്ട് അവിടെ നിന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവര് ഇത് അനുഭവിക്കുന്നത്. കാരണം ഇപ്പോ എനിക്ക് തോന്നുന്നു മാർച്ചാണ്. അപ്പോ ഈ ഒരു സമയത്ത് മിക്കവാറും സെമസ്റ്റർ എൻഡുകളാണ് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് എക്സാം ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇത് വരാൻ കഴിയില്ല. അപ്പോൾ ലീവ് ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാം ആയിരിക്കും. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ ആണെങ്കിൽ 2 ദിവസത്തെ യാത്ര ഉണ്ടാവും ട്രെയിനിന് ഇങ്ങോട്ട്, റിട്ടേൺ അങ്ങോട്ട് അത് 4 ദിവസം. അപ്പൊ അവരെന്തായാലും വരാൻ സാധില്ല. അപ്പൊ അവരുടെയൊക്കെ പെരുന്നാൾ എന്നുള്ളത് ഭയങ്കരമായിട്ട് എന്തായിരിക്കും, ഒരു ഇമോഷൻസ് ആയിരിക്കും. കാരണം
നാട്ടിലേക്ക് പറഞ്ഞ ഫോൺ വിളിക്കാണ്, ഫോട്ടോസ് കാണുന്ന ഒരു അവസ്ഥ. ഫോട്ടോസ് കാണാം. പിന്നെ അവർക്കാണെങ്കിൽ മറ്റുള്ള ട്രോളല് എന്നൊക്കെ പറഞ്ഞുള്ള ട്രോള്. പിന്നെ എന്തിനുണ്ടാവും കൊറേ ഇൻസ്റ്റാഗ്രാം പേജിലെ ട്രോൾസ് വരുന്ന ഇവർക്കായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ ഇവരുടെ ഹാപ്പിനെസ് എനിക്ക് തോന്നി എന്താ വെച്ചാൽ ഇത്തരം ട്രോളുകൾ ഇങ്ങനെ മറ്റവനെ അയച്ചെടുത്ത് അതിലൊരു കണ്ണീര് തുടച്ചിട്ട് ജീവിതം തീർക്കാന്ന് പറയില്ല, അങ്ങനത്തെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് കേട്ടോ നമ്മുടെ, പ്രത്യേകിച്ച് നമുക്കിപ്പോ ഒരു നോവോടെ അല്ലെങ്കിൽ ഒരു മനസ്സിൽ വല്ലാത്തൊരു സങ്കടത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് ഗസ. ഈ സമയം ഗസയിൽ ഇപ്പൊ നോക്കുക, ഗസയില് കുട്ടികള് അവര് പ്രത്യേകം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഗസയിലെ കുട്ടികൾ ഇപ്പൊ ആകാശത്തിലൂടെ റീലിലൂടെ ഒക്കെ വിമാനങ്ങൾ ഇങ്ങനെ പറക്കുന്ന സമയത്ത് ആ വിമാനത്തെ അവര് രണ്ട് രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഒന്ന് തനിക്ക് നിറഞ്ഞ് അടുത്ത് വീഴാൻ പോകുന്ന ബോംബാണോ അത്, അതല്ല മറ്റേതെങ്കിലും സഹകരണ രാഷ്ട്രങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ പെരുന്നാളിലേക്കുള്ള എന്നൊക്കെ അവർക്ക് കൊടുക്കുന്ന അന്നമായിരിക്കും എന്ന് കരുതിയിട്ടൊക്കെ ആ വിമാനത്തിന്റെ പിറകെ ഓടുകയാണ്. ഒന്നല്ലെങ്കിൽ മരണം, ഒന്നല്ലെങ്കിൽ ഒരു നേരത്തെ അന്നം വിശപ്പടക്കാനുള്ള ഒരു ഭക്ഷണമായി. എനിക്ക് അപ്പോഴും അവരുടെ കാര്യത്തിൽ തോന്നിയിട്ട് അത്ഭുതകരമായിട്ടുള്ള സംഭവം, അവർ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പരിമിതികളുടെ നടുവിൽ സങ്കടങ്ങളില്ല, തന്റെ നഷ്ടങ്ങളെ ഓർത്ത് പരിതപിച്ച് സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. നമ്മളങ്ങനെയാണ്, നമ്മളൊരു വീടാണ്. ഞാൻ ഉദാഹരണം പറയാം, ഇപ്പൊ റംസാന് തൊട്ട് മുമ്പാണ് അവിടെ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് റംസാന് ഗസയിൽ നിന്ന് വരുന്ന ഇമേജസ് ഒക്കെ കാണുകയാണെങ്കിൽ അവര് എനിക്ക് തോന്നിട്ട് ബിൽഡിങ്ങുകളൊക്കെ ചുറ്റും തകർന്ന്, പക്ഷെ അതിന്റെ നടുവിൽ ഇഫ്താർ നടത്തുമ്പോൾ അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കര മനോഹരമായിട്ട് ഇതാക്കാൻ. ആ സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളവിടുത്തെ ചില ഉസ്താദന്മാര് അല്ലെങ്കിൽ മതപണ്ഡിതന്മാരൊക്കെ പെരുന്നാൾ ആഘോഷം ഒരു എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നത്. ശരിക്കും ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ തരുന്നത്. പക്ഷെ നമ്മളെ പോലെ ഒരു കാര്യം മനസ്സിലാവും, പോലെ മനക്കരുത്ത്. പിന്നെ അവരിലൂടെ നമുക്ക് ഇസ്ലാമിനെ വായിച്ചെടുക്കാൻ കഴിയണം. നമ്മളിവിടെ കാണുന്ന പോലെയല്ലേ, നമ്മളൊക്കെ പുറമോടികൾ മാത്രമാണ്, കേവലം ഒരു പ്രകടനപരതകളാണ്. അതേസമയം അവരെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നോക്കിയൊക്കെ അവർക്ക് ഇല്ലായ്മയിൽ പരിതപിക്കുന്നില്ല, തകർന്നടിക്കപ്പെട്ട വീടുകളുടെ മുന്നിൽ അവർ ഇപ്പോഴും കണ്ണീര് വാർക്കുന്നില്ല, പ്രതീക്ഷയാണ്, നാളെ ശരിയാകും, അള്ളാഹുൽ തവക്കുല് ചെയ്യാണ്. നമുക്ക് എന്താണ്, നമ്മളെ വീട് തകർന്നാൽ, നമുക്കൊരു സംഭവം, നമ്മളെ ഉറ്റവർ മരണപ്പെട്ടാൽ നമ്മൾ എത്ര കാലമായിരിക്കും നമ്മൾ അതിന്റെ പേര് പരിതപിക്കുക? അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തന്നെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകളെ, അതായത് ഗസയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് അവരുടെ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കണ്ണീര് വന്നിട്ടുണ്ട്. കാരണം അതായത് ആ വീടൊക്കെ തകർന്ന് തരിപ്പടായിട്ടുണ്ടാവും. ഇതിന്റെ ചപ്പും ചവറുകളൊക്കെ വീട് അടർന്നു വീണ സിമെന്റും ഇതൊക്കെ ഇങ്ങനെ നേരെ അടിച്ചു വാരിയിട്ട് പുറത്തിടുന്ന് അവര് ഒരു മുസല്ല ഇരിക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ കപ്പ് കോഫി മുന്നിൽ വെച്ചിട്ട് അവര് പിന്നെ ഒരു ശുഭപ്രതീക്ഷയുടെ പുതിയൊരു സാധനം എനിക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമ്മള് വീട്ടിലെ നമ്മൾ അയച്ചു കൊടുത്ത ഫണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പല പ്രവാസി സുഹൃത്തുക്കൾ നമ്മൾ പറഞ്ഞ പെരയ്ക്ക് എത്ര ഫണ്ട് അയച്ചിട്ട് മതിയാവണില്ല, അതായത് എന്ത് പെര മോഡിഫൈ ചെയ്ത് പിന്നെ മോഡിഫൈ ചെയ്ത് അങ്ങനെ പോവാ. ഇവർക്ക് ഇത് കിട്ടിയിട്ട് മതിയാണ്. പക്ഷെ ഇവര് എല്ലാം തകർന്ന് തരിപ്പടായിട്ട് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഗസയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം, സമയം കൂടി കഴിയാണ്. അപ്പോൾ നമ്മള് ഗസയെ കുറിച്ച് ഓർക്കുമ്പോഴേ, ഗസയിൽ നിന്ന് ഞാനൊരു വാർത്ത വായിച്ചു. എന്താ വെച്ചാല് ഗസയിൽ ഒരു കെട്ടിടം ബോംബ് വിക്ഷേപണത്തോടു കൂടി തകരുകയാണ്. അതിനടിയിൽ ആരെങ്കിലും ജീവനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തകർ വന്നിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പല അർത്ഥത്തിൽ ഇങ്ങനെ വിളിച്ചു നോക്കിയും വകഞ്ഞു മാറ്റിയും കരിങ്കൽ ചീളുകളും കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ചീളുകളൊക്കെ മാറ്റി നോക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു സ്ത്രീ അടിയിൽ നിന്ന് ഒച്ച കേട്ട് അവരെല്ലാവരും എന്ത് ചെയ്യണം, അതൊക്കെ മാറ്റിയാണ്. അവിടുന്ന് മാറ്റിയിട്ട് ഇരുട്ടിൽ ആ ഒരു കോൺക്രീറ്റ് പാളികളെ വകഞ്ഞു മാറ്റിയ ഒരു സ്ത്രീ പുറത്ത് വന്നിട്ട് പാതി വയിലെത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, എല്ലാ ആണുങ്ങളും ഇങ്ങനെ പുറത്ത് നോക്കി നിൽക്കുകയാണ്. സന്ദർഭത്തിൽ ആ സ്ത്രീ ഉള്ളിലേക്ക് മറഞ്ഞു നിന്നതിന് ശേഷം എനിക്കൊരു തുണി തരുമോ, എനിക്ക് തട്ടം എൻ്റെ തലയിൽ ചൂടാൻ ഒരു തട്ടം തരുമോ എന്ന് ചോദിച്ചിട്ട് ആ തട്ടം കെട്ടിയതിന് ശേഷം പുറത്തു വരിക. നമ്മൾ നോക്കി അവിടെ ഈമാൻ്റെ ഒരു കരുത്ത്, വലിയ അർത്ഥത്തിൽ സങ്കടങ്ങളും എല്ലാ അർത്ഥത്തിലും തകർന്ന തരിപ്പണമായി നിൽക്കുമ്പോഴും തൻ്റെ ഈമാനിൻ്റെ, തൻ്റെ മതത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് അല്പം പോലും പിറകോട്ട് പോകാനില്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. നമ്മളെവിടെയാണ് ഇവിടെ, നമ്മളെവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമുക്ക് എവിടെയെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക കരുത്തുണ്ടാകുമ്പോഴേക്ക് തട്ടം അയച്ചു മാറ്റുന്നവരായിട്ട് നമ്മുടെ വീട്ടിലെ പെങ്ങന്മാരും ഉമ്മമാരും മാറുന്നുവെങ്കിൽ, നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും എല്ലാം നമ്മൾ പടിയിറങ്ങുന്നുവെങ്കിൽ, ഈ ഗസ നമുക്ക് നൽകുന്ന ഒരു ഊർജം ചെറുതല്ല. ലോക മുസ്ലിങ്ങളെ അല്ല, ഈ ഒരു സാധനം നമ്മൾ കണ്ടിട്ടുള്ളേ ഉസ്മാൻ അള്ളാഹു വധിക്കപ്പെടുന്ന ആ ഒരു സമയത്ത് ഇതേപോലെ ഒരു ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം അവിടെയാണ്. അതായത് ഉസ്മാൻ അള്ളാഹു ഖുർആൻ വധിക്കൊണ്ടിരിക്കുകയാണ്, വധിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കയറിയിട്ടാണ് വധിക്കണം. അപ്പോൾ ഭാര്യ ഉണ്ട്. അപ്പോൾ ഉസ്മാൻ അള്ളാഹു വെട്ടേറ്റിട്ട് ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, ഭാര്യ ഓടി വരുന്നുണ്ട്. ആ സമയത്ത് ഭാര്യയുടെ തട്ടം നീങ്ങുന്ന സമയത്ത് ഉസ്മാൻ അള്ളാഹു അത് ഓർമ്മിപ്പിക്കുന്നത്, അതായത് നിന്റെ തല അതായത് മുടി നീ ശ്രദ്ധിക്കണത്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രത്തോളം ഇവരത് തുല്യമാക്കി വെക്കാൻ കഴിയുന്നുണ്ട്.
കാരണം കാരണം ആ ഇന്ന് ഈമാൻ മുസ്ലിങ്ങളുടെ റോൾ മോഡൽ എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ ആരിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞോണമെന്നില്ല. അല്ല. പക്ഷേ നമുക്ക് പറയാം, ഒരു പൊതു മുസ്ലിമിന് അല്ലെങ്കിൽ ലോക മുസ്ലിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഗസയിലെ മുസ്ലിങ്ങളിലേക്ക് നോക്കൂ, അവരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. യഥാർത്ഥ മുസ്ലിം എങ്ങനെയെന്ന് അവരിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. കാരണം ത്യാഗങ്ങളിൽ അവരുടെ സഹിഷ്ണുത, അവരുടെ ഒരുമ, സ്നേഹം, പ്രതീക്ഷ, തവക്കുൽ, ഇതൊക്കെ ഗസയിലെ മുസ്ലിങ്ങളിൽ കാണുകയാണ്. ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഗസയിലെ മുസ്ലിങ്ങളുടെ ഈ ത്യാഗം പൂർണ്ണമായ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളുടെ നടുവിലെയും അവർ പുഞ്ചിരിക്കുന്ന, ഗസ പുഞ്ചിരിക്കുന്ന ഒരു പെരുന്നാളായിട്ട് ഈ ഇന്നത്തെ പെരുന്നാൾ മാറട്ടെ. അവർക്ക് സന്തോഷം ഉണ്ടാകട്ടെ. അവർക്ക് ഭാവിയിൽ നമ്മുടെ പ്രവാസികളും ഇതുപോലെയുള്ള ഹോസ്റ്റലുകളിലൊക്കെ ഏതായാലും പെരുന്നാളുകൾ ചെലവഴിക്കുന്ന വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഇപ്പൊ എനിക്കും നിങ്ങൾക്കും വ്യത്യസ്ത അനുഭവമാണ്. ഇനിയുള്ള പെരുന്നാളുകളും ഒരുപാട് പെരുന്നാളുകളെ നല്ല ആഫിയത്തോടെ, നല്ല കരുത്തോടെ നമ്മുടെ നാടിനും ഈ സ്നേഹവും സൗഹൃദവും ഒക്കെ നിലനിർത്തി മുന്നോട്ട് ആഘോഷിക്കാനാകട്ടെ. ഏതായാലും ഈദ് മുബാറക്. ഇതും